നമസ്കാരം. മാർക്ക് മോങ്കോമറിയുടെ ആ അനൗൺസ്മെന്റ് ശരിക്കും ആ ഹാളിൽ വല്ലാത്തൊരു ഞെട്ടലും അമ്പരപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. മോങ്കോമറി പാലസിനകത്ത് നിന്ന് എന്തോ മോഷണം പോയിരിക്കുന്നുവെന്നാണ് മാർക്ക് മോങ്കോമറി പറഞ്ഞത്. ആളുകൾ വല്ലാത്ത അമ്പരപ്പോടെ മാർക്ക് മോങ്കോമറി നോക്കിയതും മാർക്ക് മോങ്കോമറി അവരോടായി പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കണം. ഏറെ വിലപിടിപ്പുള്ള ഒരു സാധനം ഈ കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയിരിക്കുകയാണ്. ആ സാധനം ഈ കൊട്ടാരം വിട്ട് പുറത്തു പോയിരിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഒരു പരിശോധന ഇവിടെ നടത്താൻ പോവുകയാണ്. നിങ്ങളൊക്കെ ദയവായി നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം, ആരും മൂവ് ചെയ്യരുത്. ഒരുപാട് ആളുകൾ യൂജിൻ മോൺഗോമറിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ പങ്കെടുക്കാനായി അവിടെ എത്തിയിട്ടുണ്ട്. 100-ലധികം ടേബിളുകളാണ് ആ ഹാളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ ടേബിളിന് ചുറ്റും 2 മുതൽ 10 ആളുകളെങ്കിലും ഉണ്ട്. എന്ന് പറയുമ്പോൾ ഏകദേശം 500-ലധികം ആളുകൾ ആ ഹാളിൽ ഉണ്ടെന്നാണ്. അവരെ മുഴുവൻ പരിശോധിക്കുക എന്നുള്ളതാണ് മാർക്ക് മോങ്കോമറിയുടെ ലക്ഷ്യം. മാർക്ക് മോങ്കോമറി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് അങ്ങിരുന്നു. നിശബ്ദരായി ആളുകൾ മാർക്ക് മോങ്കോമറിയുടെ കൂടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകൾ പരിശോധന നടത്തുന്നത് കണ്ടിരിക്കുകയാണ്. പരിശോധന തുടങ്ങിയ സമയത്ത് തന്നെ ആ ഹാളിന്റെ പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും മാർക്ക് അടപ്പിച്ചു. മാർക്ക് മോങ്കോമറിയെ കാണാതെ പോയ വസ്തു എന്താണെന്ന് ഇതുവരെയും ആ ഹാളിൽ സൂചിപ്പിച്ചിട്ടില്ല. അത് സൂചിപ്പിക്കാതെയാണ് പരിശോധന ആരംഭിച്ചത്. പരിശോധിക്കുന്ന ആളുകളോട് വ്യക്തമായും എന്താണ് പരിശോധിക്കേണ്ടതെന്ന് മാർക്ക് മോങ്കോമറി പറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമാണ്. കാരണം അവർ ഓരോ ടേബിളിനടുത്തും എത്തുമ്പോൾ അവർ നടത്തുന്ന പരിശോധന അതിവേഗതയിൽ സംഭവിക്കുകയാണ്. ഓരോ ടേബിളും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വ്യക്തികളുടെ ബോഡി മാത്രമല്ല, അവരുടെ കൈവശമുള്ള ബാഗും ആ ടേബിളിന്റെ മുകൾ ഭാഗവും അടിഭാഗവും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ശരിക്കും സൂക്ഷ്മമായ പരിശോധനയാണ് നടക്കുന്നത്. ആ പരിശോധന ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് ഡസൻ റൈസും അബിഗലും ഉള്ള ആ മേശയാണ്. ബാക്കി എല്ലാ ടേബിളുകളിലെയും പരിശോധന പൂർത്തീകരിച്ചിരിക്കുകയാണ്. മാർക്ക് മോങ്കോമറി ഡസിന് നേരെ നോക്കിയിട്ട് ഡസിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസിൻ, പ്ലീസ് എന്നോട് സഹകരിക്കണം. ഇനി നിങ്ങളെയും കൂടി പരിശോധിക്കാനുള്ളൂ. ഹേ മിസ്റ്റർ മാർക്ക്, താങ്കൾ എന്തായി പറയുന്നത്? ഞങ്ങൾ വന്ന സമയം മുതൽ ഈ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ എങ്ങോട്ടും എണീറ്റ് പോയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതറിയാം. പിന്നെ താങ്കൾ എന്തിനാ ഞങ്ങൾ സംശയിക്കുന്നത്? മിസ്റ്റർ ഡസിൻ, ഒരു ഹാളിൽ പരിശോധന നടക്കുമ്പോൾ 2 പേരെ മാത്രമായി അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞത്. മാർക്ക് അങ്ങനെ പറഞ്ഞതും ഡാലിയ മാർക്കിനോട് പറഞ്ഞു, ബ്രദർ, ഇവർ വെറും അതിഥികളല്ല, എന്റെ ജീവൻ രക്ഷിച്ചവരാണ്. ഇവരെ സാധാരണ ആളുകളെ പോലെ പരിശോധിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല. സിസ്റ്റർ ഡാലിയ എന്തായി പറയുന്നത്? ഞാൻ അവരെ അപമാനിക്കാൻ വേണ്ടിയല്ല പരിശോധിക്കുന്നത്. ഒരു സംശയ നിവാരണം നടത്താനല്ലേ ഈ പരിശോധന. ബ്രദർ എന്തു പറഞ്ഞാലും ഞാൻ സാധാരണ അംഗീകരിക്കേണ്ട പതിവ്. പക്ഷെ ഇത് ശരിയാകില്ല. ഇവർ 2 പേരും ഈ ഹാളിൽ വന്ന നിമിഷം മുതൽ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇവരാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഇവർ എന്റെ വളർത്തച്ഛന്റെ സ്നേഹം പിടിച്ചു പറ്റിയവരാണ്. ഇവരെ ഈ പരസ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് തികഞ്ഞ അനീതിയാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. യൂജിൻ മോൺഗോമറിയുടെ 2 വളർത്തു മക്കൾ 2 ഭാഗത്തായി നിന്ന് വാദപ്രതിവാദങ്ങൾ തുടങ്ങിയപ്പോൾ ആ ഹാളിനകത്തുള്ള ആളുകളുടെ കൗതുകം വർദ്ധിക്കുകയാണ്. മാർക്ക് മോൺഗോമറി ശക്തനിൽ ശക്തനാണ്. ആ മാർക്ക് മോൺഗോമറിയാണ് ഇത് യൂജിൻ മോൺഗോമറിയുടെ വളർത്തുമകൾ ഡാലിയ നിക്കോൾസൺ ചോദ്യം ചെയ്യുന്നത്. മാർക്ക് ഡസൻ റൈസിനെയും അബിഗലിനെയും പരിശോധിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടിട്ടും ഡാലിയ സമ്മതിച്ചില്ല. ഡാലിയ കടം പിടുത്തം പിടിക്കുകയാണ്. ഒരു കാരണവശാലും ഡസൻ റൈസിനെയും അബിഗലിനെയും പരിശോധിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നത് അതിഥികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആ അപമാനം അവളുടെ വളർത്തച്ഛനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കൂടി ഡാലിയ നിക്കോൾസൺ പറഞ്ഞതും മാർക്ക് മോങ്കോമറി ഡാലിയോട് പറഞ്ഞു, സിസ്റ്റർ എന്ന് നിർബന്ധം പിടിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അവരെ പരിശോധിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് മോങ്കോമറി കൊട്ടാരത്തിനകത്തേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ഇപ്പോഴും ആ ഹാളിനകത്തുള്ള ആളുകൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആ ഹാളിനകത്ത് ആളുകൾ സംസാരിച്ചു തുടങ്ങിയതും ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങളെ ഞാൻ പുറത്തെത്തിക്കാം. മാർക്ക് മോങ്കോമറിയുടെ ആളുകൾ ആ കൊട്ടാരത്തിൽ ഉടനീളം ഉണ്ടാകുമെന്ന് ഡാലിയ നിക്കോൾസൺ അറിയാം. ഡസ്റ്റിനെയും അബിഗലിനെയും മാർക്കിന്റെ ആളുകൾ അപകടപ്പെടുത്താനുള്ള സാധ്യത ഡാലിയ മുന്നിൽ കാണുകയാണ്. അതുകൊണ്ടാണ് ഡാലിയ ഡസ്റ്റിനെയും അബിഗലിനെയും പുറത്തെത്തിക്കാൻ അത്ര ഉത്സാഹം കാണിക്കുന്നത്. ഡാലിയ ഡസ്റ്റിനെയും അബിഗലിനെയും ക്ഷണിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു തുടങ്ങി. അങ്ങനെ നടക്കുമ്പോൾ ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, മിസ് നിക്കോൾസൺ, നിങ്ങളുടെ ഈ സ്നേഹത്തിലും ഞങ്ങളോട് കാണിക്കുന്ന ഈ കരുതലിലും ശരിക്കും
ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സത്യത്തിൽ അങ്ങേപ്പോലുള്ള ഒരാൾ ഈ ശൈലിയിൽ ഞങ്ങളോട് പെരുമാറുമെന്ന് ഞങ്ങൾ കരുതിയിട്ടേയില്ല. മിസ്റ്റർ ഡസ്റ്റിൻ, ഇവിടെ സത്യത്തിൽ നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ സംഭാഷണം പോലും ഉണ്ടാകുമായിരുന്നില്ല. മിസ്റ്റർ ഡാലി നിക്കോൾസൺ, അക്കാര്യം ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ, ഞാനല്ലെങ്കിൽ വേറൊരാൾ രക്ഷിക്കുമെന്നും. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ പറയുന്നത് ശരിയാണെന്നൊക്കെ തോന്നുമെങ്കിലും സത്യം അതൊന്നുമല്ല. ഒരാളും രക്ഷിക്കാൻ വരില്ലായിരുന്നു, ഞാൻ കൊല്ലപ്പെടുമായിരുന്നു. എൻ്റെ ജീവൻ രക്ഷിച്ച നിങ്ങളെ അങ്ങനെ പരസ്യമായി പരിശോധിച്ച് അപമാനിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, ഞാൻ നൽകിയ എംബ്ലം നിങ്ങളുടെ കൈവശമുണ്ട്. ആ എംബ്ലം നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടും. അത് തൽക്കാലം വേണ്ടാന്ന് കരുതിയത് കൊണ്ടുകൂടിയാണ് ഞാൻ നിങ്ങളെ പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിന് ഓഫർ ചെയ്ത ആ എംബ്ലം ഇപ്പോൾ അബിഗലിന്റെ കൈവശം ഇരിക്കുകയാണ്. അബിഗലിന്റെ കൈവശം ഇരിക്കുന്ന ആ എംബ്ലം മാർക്ക് മോംഗോമറിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടാക്കുമോ എന്നൊരു പേടി ഡാലിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഡാലിയ ശരിക്കും കട്ടയ്ക്ക് നിന്ന് ഡസ്റ്റിനെയും അബിഗലിനെയും മാർക്കിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പുറത്തേക്ക് നടക്കുന്നിടയിൽ ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, മിസ് ഡാലിയ, ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങൾ രക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കിന്റെ കണ്ണിൽ നിങ്ങൾ ഒരു കരടാവില്ലേ? മാർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ലേ? ഡസ്റ്റിൻ, നിങ്ങളെ ഞാൻ രക്ഷിച്ചാലും ഇല്ലെങ്കിലും മാർക്ക് എനിക്കെതിര് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല. തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുക, അതാണ് പ്രധാനം. അങ്ങനെ പറഞ്ഞ് ഡസ്റ്റിനെ കൊണ്ട് ഡാലിയ നിക്കോൾസൺ മുന്നോട്ട് നടക്കുമ്പോൾ ആ കൊട്ടാരത്തിന്റെ പുറത്തേക്കുള്ള വാതിൽക്കിലേക്കുള്ള ആ യാത്രയിൽ പല ഭാഗത്തും അവരെ നിരീക്ഷിച്ചുകൊണ്ട് മാർക്കിന്റെ ആളുകൾ നിൽക്കുന്നത് വ്യക്തമായി ഡാലിക്കും ഡസ്റ്റിനും ഒക്കെ കാണാം. അബീഗലും ആ കാഴ്ച കാണുന്നുണ്ട്. അവൾ വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. ഡസ്റ്റിൻ റൈസും അബീഗലും ഡാലിയും കൂടി ഗേറ്റിന് അടുത്തെത്തിയതും ഡസ്റ്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് പുറത്തെടുത്തു. അതിന്റെ പുറകിൽ ഡസ്റ്റിൻ ഒരു നമ്പർ എഴുതി. എന്നിട്ട് ആ കാർഡ് ഡസ്റ്റിൻ ഡാലിയുടെ കയ്യിലേക്ക് കൊടുത്തു. മിസ് ഡാലിയ നിക്കോൾസൺ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ നമ്പറിൽ വിളിക്കണം. ഡസ്റ്റിൻ റൈസിന്റെ സ്റ്റോണിയിലെ നമ്പറാണ് ഡസ്റ്റിൻ ആ കാർഡിന്റെ പുറകിൽ എഴുതിയത്. ആ കാർഡ് കയ്യിൽ വാങ്ങിച്ച ഡാലിയ നിക്കോൾസൺ കൗതുകപൂർവ്വം ആ നമ്പറിലേക്ക് നോക്കിയിട്ട് ആ കാർഡ് അവൾ വളരെ ശ്രദ്ധിച്ച് അവളുടെ കയ്യിലേക്ക് അങ്ങ് ഒതുക്കി. ആ കാർഡ് ഡാലിയ നിക്കോൾസൺ കയ്യിലേക്ക് അങ്ങനെ ഒതുക്കി വെക്കുമ്പോൾ ശരിക്കും അമൂല്യമായ ഒരു നിധി കയ്യിൽ ഒതുക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കൗതുകം ഡാലിയുടെ മുഖത്തുള്ളതുപോലെ അബിഗലിന് തോന്നുകയും ചെയ്തു. അത് കണ്ടപ്പോൾ അബിഗലിന്റെ മുഖത്ത് ഒരു കുസൃതി പുഞ്ചിരി വിരിഞ്ഞു. ഡാലിയുടെ യാത്ര പറഞ്ഞ് ഡസ്റ്റിൻ റൈസും അബിഗലും അവരുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വന്നു. അവരെ വാഹനത്തിൽ കയറി അല്പദൂരം മുന്നോട്ട് പോയതും വഴിയരികിൽ അസലയും കൂട്ടരും നിൽക്കുകയാണ്. അസലയെ കണ്ട് ഡസ്റ്റിൻ വാഹനം നിർത്തി. ഡസ്റ്റിൻ ശരിക്കും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ജെയ്ഡ് ക്രിസ്റ്റൽ അസലിയ ഡസ്റ്റിനെ കൈമാറി. ഡസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നിർണായകമായ ഒരു വിഭവം കൂടി കയ്യിൽ വന്നിരിക്കുകയാണ്. അസലിയുടെ യാത്ര പറഞ്ഞ് അബീഗലുമായി ഡസ്റ്റിൻ മുന്നോട്ട് പോകുമ്പോൾ അബീഗൽ ഡസ്റ്റിനോട് ചോദിച്ചു, അങ്കിളിന് ഡാലിയുടെ കേസിൽ ശരിക്കും വിഷമമുണ്ടല്ലേ? ഡസ്റ്റിൻ റൈസ് ഒന്നും മിണ്ടാതെ വാഹനം ഓടിക്കുന്നത് കണ്ടതുകൊണ്ടാണ് അബിഗൽ ആ ചോദ്യം ചോദിച്ചത്. അബിഗലിന്റെ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ അബിഗലിനോട് പറഞ്ഞു, എനിക്ക് ഡാലിയ അപകടത്തിൽപ്പെടുമോ എന്നൊരു ഭയമുണ്ട്. അങ്കിളിന് മിസ് ഡാലിയ നിക്കോൾസണോട് എന്തെങ്കിലും ഇഷ്ടം തോന്നുന്നുണ്ടോ? അബിഗൽ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവക്കൊന്നും സംഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഡാലിയ നിക്കോൾസന്റെ ജീവൻ അപകടത്തിൽപ്പെട്ട നിമിഷത്തിൽ ഡസ്റ്റിൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഡാലിയെ രക്ഷിക്കാൻ മുന്നോട്ട് ചാടി ഇറങ്ങിയത് അബിഗൽ കണ്ടതാണ്. ഡാലിയ നിക്കോൾസന്റെ കാര്യത്തിൽ ഡസ്റ്റിൻ റൈസിന് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് അബിഗലിന് മനസ്സിലായി. അബിഗൽ പെട്ടെന്ന് ഡസ്റ്റിനോട് ചോദിച്ചു, എനിക്കൊരു സംശയം. ആ പാന്തർ നമ്മുടെ രണ്ടുപേരുടെ അടുത്ത് കുറച്ചു സമയം നിന്നിരുന്നു. എന്തായിരിക്കാം അതിന്റെ കാരണം? അബിഗൽ, നീ ബുദ്ധിമതിയല്ലേ? നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഡാലിയ കുറെ നേരം നമ്മളോട് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു. ആ സമയത്ത് ഡാലിയുടെ ബോഡിയിലെ സ്പ്രേ നമുക്ക് ചുറ്റും കുറേശ്ശെ വന്നിട്ടുണ്ടാവും. അതായിരിക്കുമോ ആ പാന്തറിനെ അവിടെ പിടിച്ചു നിർത്തിയത്? അബിഗൽ, നിന്റെ ഊഹം പൂർണ്ണമായി ശരിയാണ്. ഡാലിയ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ആ പാന്തർ നമ്മുടെ അടുത്ത് കുറെ നേരം നിന്നത്. അത് പറഞ്ഞപ്പോഴാണ് മറ്റു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ആ മാർക്ക് മോംഗോമറി ഹാളിലേക്ക് കടന്നു വന്ന സമയത്ത് നമ്മളെ കടന്നുപോയപ്പോൾ അങ്ങളുടെ അടുത്ത് തിരിച്ചെത്തിയിട്ട് അങ്കിളിനോട് നേരത്തെ കണ്ടിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചല്ലോ, എന്താ സംഭവം? അബിഗൽ, അതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. ആ മറുപടി എനിക്ക് മനസ്സിലാവും. അത് വെറുതെ പറഞ്ഞാണെന്ന് എനിക്കറിയാം. ഈതൻ ലാങ്ഫോർഡിൽ നിന്ന് പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ മാർക്ക് മോംഗോമറിയോട് ഡസ്റ്റിൻ പറഞ്ഞത് അബിഗൽ കേട്ടതാണ്. ഈതൻ ലാങ്ഫോർഡ് മാർക്ക് മോംഗോമറിയെ കുറിച്ചും മോംഗോമറി ഫാമിലിയെ കുറിച്ചും
യൂജിൻ മോൺഗോമറിയെ കുറിച്ചുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഡസ്റ്റിനോട് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ കിട്ടിയ വിവരമാണ് മാർക്ക് മോൺഗോമറി ഡസ്റ്റിനെ പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡസ്റ്റിനെടുത്ത് ഉപയോഗിച്ചത്. പക്ഷെ അബിഗല് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി ഡസ്റ്റിനോട് അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ അബിഗലിനോട് പറഞ്ഞു, അബിഗൽ, അതൊക്കെ വലിയ വിഷയങ്ങളാണ്, പിന്നീട് അവസരത്തിൽ ഞാൻ നിന്നോട് പറയാം. ഡസൻ റൈസിന് മാർക്ക് മോൺഗോമറിയെ നേരത്തെ പരിചയമുണ്ടെന്ന് ഡസിന്റെ വാക്കുകൾ അബിഗലിനോട് പറയാതെ പറയുകയാണ്. അബിഗലിന് കാര്യം മനസ്സിലായി. പിന്നീട് അബിഗൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല. അവർ രണ്ടുപേരും വില്ലയിൽ മടങ്ങിയെത്തിയതും ഡസൻ റൈസ് ഫോൺ എടുത്ത് ഒരാളെ വിളിച്ചു. ഡസൻ റൈസ് വിളിച്ച ആ നമ്പർ റിംഗ് ചെയ്തത് ഫോർബിഡൻ സിറ്റിക്കുള്ളിലാണ്. ആ വിലക്കപ്പെട്ട നഗരത്തിനുള്ളിൽ ആ ഫോൺ റിംഗ് ചെയ്ത് ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ആ ഫോണ് ഡസ്റ്റുമായി കണക്ട് ആവുകയാണ്. ഫോണിലൂടെ മനോഹരമായ ഒരു ശബ്ദം ഡസ്റ്റിന്റെ കാതുകളിലേക്ക് വന്നു. ആരാ? ഞാൻ ലോഗൻ റൈസാണ്. ലോഗൻ, എത്ര നാളായി നിന്റെ ശബ്ദം കേട്ടിട്ട്? നെസ്ലിനോട് പറഞ്ഞിരുന്നു നീ ജീവനോട് ഇരിപ്പുണ്ടെന്ന്. സ്വിൻഡനിൽ വെച്ച് റൂഫസ് റൈസിനെ ആക്രമിച്ചു കൊല്ലാനായി അയൽ രാജ്യത്തെ ചില ആളുകൾ എത്തിയപ്പോൾ റൂഫസ് റൈസിനെ രക്ഷിച്ചത് നെസ്റ്ററാണ്. ആ നെസ്റ്ററുമായിട്ട് ആ ദിവസം ഡസൻ ഒന്ന് ഉരസിയിരുന്നു. ഡസന്റെ ആക്രമണത്തെ ബെല്ല് രൂപത്തിലുള്ള ഒരു പ്രതിരോധം തീർത്ത് നെസ്റ്റർ നിസ്സാരമായി തകർത്തത് ഡസന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. നെസ്റ്ററെ കുറിച്ച് ഫോണിലൂടെ ആ യുവതി അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ രംഗങ്ങളൊക്കെ ഡസ്റ്റിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. മറുഭാഗത്തുള്ള ആള് ഡസ്റ്റിനോട് ചോദിച്ചു, ലോഗൻ, എന്താ എന്നെ വിളിച്ച്? എനിക്ക് ഒരു സഹായം വേണം. ലോഗൻ, നിന്റെ അമ്മ എന്നെ ഒരിക്കൽ സഹായിച്ചിട്ടുണ്ട്. നിന്റെ അമ്മയോട് എനിക്കൊരു കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ നീ ചോദിക്കുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്തു തരും. ലോഗൻ, എന്താ വേണ്ടത്? ചോദിച്ചോളൂ. എനിക്ക് ഐസ് ഹാർട്ട് ലോട്ടസ് വേണം. ലോഗൻ, ഐസ് ഹാർട്ട് ലോട്ടസോ? എന്തിനാ അത്? എനിക്ക് ഒരു മരുന്നുണ്ടാക്കാനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ലോഗൻ, ആലോചിച്ചാണോ ഈ കാര്യം ചോദിക്കുന്നത്? ഞാൻ ഒരേ ഒരു തവണ മാത്രമേ ലോഗനെ സഹായിക്കൂ. ലോഗന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ള വാക്കാണത്. ഒരു തവണ ഞാൻ റൈസ് കുടുംബത്തെ സഹായിക്കുമെന്ന്. ആ വാക്കനുസരിച്ച് ഞാൻ ഒരു തവണ ലോഗനെ സഹായിക്കും. ലോഗൻ, ഈ ഐസ് ഹാർട്ട് ലോട്ടസിന് വേണ്ടി ലോഗന്റെ ആ ചാൻസ് ലോഗൻ പാഴാക്കുകയാണ്. സാരമില്ല, എനിക്കിത് മതി. ഓക്കെ ലോഗൻ, നാളെ വൈകുന്നേരത്തോടി ഞാനത് തരാം. ഞാൻ എവിടെ എത്തിക്കേണ്ടത്? നാളെ വൈകിട്ട് ഞാൻ എംപ്രസ് പൗലിൽ വരാം. അവിടെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മതി. ഓക്കെ ലോഗൻ, അങ്ങനെ ആകട്ടെ. കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ ആ വിലക്കപ്പെട്ട നഗരത്തിനകത്തു നിന്നുള്ള ആ ഫോൺ കോൾ പെട്ടെന്ന് കട്ടായി. പിറ്റേ ദിവസം വൈകുന്നേരം എംപ്രസ് പൗലിൽ കാത്തിരുന്ന ഡസ്റ്റിനെ തേടി ആ സാധനം എത്തി. അതുമായി വിലയിൽ മടങ്ങിയെത്തിയ ഡസൻ റൈസ് ഡോക്ടർ എലിജോട് പറഞ്ഞു, ഡോക്ടർ എലിജോ, നമ്മുടെ ബോൺ ക്ലെൻസിങ് പില്ല് ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത 48 മണിക്കൂറിനകത്ത് ഞാൻ ആ മരുന്ന് ഉണ്ടാക്കും. മാക്സിമസ്, ഒരു കാരണവശാലും ഞാൻ ഈ മരുന്നുണ്ടാക്കുന്ന മുറിയിലേക്ക് ആരെയും കടത്തിവിടരുത്. ഡോക്ടർ എലിജോ, ഈ 48 മണിക്കൂർ നേരം അങ്കിൾ ലോറൻസിക്ക് ഒന്നും സംഭവിക്കാതെ അങ്ങ് നോക്കണം. ഡസൻ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ലോറൻസിയെ നോക്കിയല്ലേ. 48 മണിക്കൂർ കൂടി നോക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്ത് സംഭവിച്ചാലും ലോറൻസോ ജീവനോടുണ്ടാവും. ഡസൻ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. ഡസൻ റൈസ് ആ വിലയിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഡസൻ പറഞ്ഞ അനുസരിച്ച് കാറ്റ്ലിനും മാക്സിമസും എലിജയും കൂടി ആ മരുന്നുണ്ടാക്കുന്ന മുറിയിലേക്ക് കൊണ്ടുവന്നു. താൽക്കാലികമായി ഒരു മുറി മരുന്നുണ്ടാക്കാൻ വേണ്ടി ഡസൻ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ്. അതിനകത്തൊരു ഫർണസ് ഒക്കെ ഉണ്ട്. ഡോക്ടർ എലിജോ കളക്ട് ചെയ്ത ഒത്തിരിയേറെ ഇൻഗ്രീഡിയൻസും ടോർബി കുടുംബത്തിൽ നിന്നുള്ള ജിൻസിങ്ങും മാർക്ക് മോൺഗോമറിയുടെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിയ ആ ജെയ്ഡ് ക്രിസ്റ്റലും ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തണുത്ത താമരയും അവിടെ റെഡിയാണ്. ചക്രവർത്തിയുടെ ട്രഷറിയിൽ നിന്നാണ് ആ തണുത്തുറഞ്ഞ ഹൃദയ രൂപത്തിലുള്ള ആ താമര അവിടെ എത്തിയെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഡസൻ റൈസിന് മുന്നിൽ മേശപ്പുറത്ത് എല്ലാ സാധനങ്ങളും അടുക്കിച്ചിട്ടായി വെച്ച് കഴിഞ്ഞതും കാറ്റ്ലിൻ വാതിലടച്ചു. ഡസൻ മാത്രമാണ് ഇപ്പൊ മുറിയിലുള്ളത്. വാതിലിന് പുറത്ത് കാറ്റ്ലിൻ കാവൽ നിൽക്കുകയാണ്. ലോറൻസിയുടെ അടുത്ത് ഡോക്ടർ എലിജു, വില്ലയുടെ പുറത്തേക്കുള്ള വാതിലിന്റെ ഭാഗത്ത് മാക്സിമസ്. അവർ 3 പേരും ഡസൻ റൈസിന്റെ വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സമയം പതുക്കെ മൂവ് ചെയ്തു തുടങ്ങി. മിനിറ്റുകൾ അതിവേഗം മണിക്കൂറുകളായി. 48 മണിക്കൂർ നേരം ഡസനെ ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ് ഡസൻ മാക്സിമസിനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമസിന്റെയും കാറ്റ്ലിന്റെയും അതുപോലെ ഡോക്ടർ എലിജിയുടെ കണ്ണുകൾ ക്ലോക്കിൽ തന്നെയാണ്. പെട്ടെന്നാണ് 6 മണിക്കൂറും 12 മണിക്കൂറും 24 മണിക്കൂറും ഒക്കെ കടന്നു പോകുന്നത്. അതിവേഗം 2 ദിവസവും കടന്നുപോയി. 2ാമത്തെ ദിവസം ഡസൻ പറഞ്ഞ സമയം ആകാറായപ്പോൾ ഡോക്ടർ എലിജയും കാറ്റ്ലിനും മാക്സിമസും വളരെ പ്രതീക്ഷയോടുകൂടി ഡസൻ റൈസുള്ള ആ മുറിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അകത്ത് എന്തൊക്കെയോ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ വാതിൽ മലർക്കെ തുറന്നു. ഡസൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഡസന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. അത് കണ്ടപ്പോൾ
ഡോക്ടർ എലിജോയുടെ മുഖം ഒന്ന് മാങ്ങി. ഡസൻ, എന്തുപറ്റി? വിജയിച്ചില്ലേ? ഡോക്ടർ എലിജോ വളരെ സങ്കടത്തോടു കൂടിയാണ് ഡസ്റ്റിനോട് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടപ്പോൾ ഡസ്റ്റിനെ വലത് കൈ ഡോക്ടർ എലിജോയുടെ നേരെ ഒന്ന് നീട്ടി. തന്റെ നേരെ നീട്ടിയിരിക്കുന്ന ഡസ്റ്റിന്റെ വലത് കൈയിലേക്ക് എലിജോ നോക്കുമ്പോൾ ഡസ്റ്റിൻ ആ വലത് കൈ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഡോക്ടർ എലിജോ നോക്കി നിൽക്കുമ്പോൾ ഡസ്റ്റിൻ ആ വലത് കൈ സാവധാനം ഒന്ന് തുറന്നു. ആ കൈ തുറക്കുമ്പോൾ ശരിക്കൊരു നീല പ്രകാശം ആ കൈക്കുള്ളിൽ ഡോക്ടർ എലിജോ കണ്ടു. എലിജോ അമ്പരപ്പോടെ ആ കൈയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഗുളിക ഇരിപ്പുണ്ട്. ആ ഗുളികയിലേക്കും ഡസ്റ്റിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കുന്ന എലിജോടായി ഡസ്റ്റിൻ പറഞ്ഞു, ഡോക്ടർ എലിജോ, ഇതാണ് ബോൺ ക്ലെൻസിങ് പിൽ. എല്ലുകൾക്കുള്ളിലെ സകല പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന, ആളുകളുടെ ബോഡി റീജുവനേറ്റ് ചെയ്യുന്ന ഒരു അമാനുഷിക മരുന്നാണ് ഡസ്റ്റിൻ റൈസ് ഇതാ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മരുന്നിന് ഒരു വല്ലാത്ത പ്രകാശമുണ്ട്. ശരിക്കും അവിശ്വസനീയമായ ഒരു കാഴ്ച കാണുന്ന പോലെ മാക്സിമസും കാറ്റ്ലിനും ഡോക്ടർ എലിജോയും ഡസ്റ്റിൻ റൈസിന്റെ കയ്യിരിക്കുന്ന ആ ഗുളിയിലേക്ക് തന്നെ അങ്ങനെ നോക്കുമ്പോൾ ഡസ്റ്റിൻ ഡോക്ടർ എലിജോയോട് പറഞ്ഞു, നമുക്ക് ഇപ്പൊ തന്നെ അങ്കിൾ ലോറൻസയ്ക്ക് ഈ മരുന്ന് കൊടുക്കണം. ഡസ്റ്റിൻ ഈ മരുന്നിനെ മറ്റെന്തെങ്കിലുമായി കൂട്ടിക്കലർത്തിയാണോ ലോറൻസിക്ക് കൊടുക്കേണ്ടത്? ഡോക്ടർ എലിജോ ലോറൻസിന്റെ അടുത്തേക്ക് നടക്കുന്നിടയിൽ ഡസ്റ്റിനോട് അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ എലിജോയോട് പറഞ്ഞു, ഹേയ്, അങ്ങനെയൊന്നും വേണ്ട, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അങ്ങനെ ഡസ്റ്റിൻ സംസാരിക്കുമ്പോഴേക്കും ആ ടീം ലോറൻസോ കിടക്കുന്ന കട്ടിലിനടുത്തെത്തി കഴിഞ്ഞു. ലോറൻസോ നിശബ്ദനായി നിശ്ചലനായി ആ കട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. ഡസ്റ്റിൻ റൈസ് അയാളുടെ കയ്യിലിരിക്കുന്ന ആ നീല ഗുളിക ലോറൻസയുടെ വാ തുറന്ന് വാക്കകത്തേക്ക് വെച്ചു. ഡസ്റ്റിനും കാറ്റ്ലിനും മാക്സിമസും ഡോക്ടർ എലിജോയും ലോറൻസോയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ഗുളിക ലോറൻസയുടെ വായിലിരുന്ന് പതുക്കെ അലിയുന്നത് അവർക്ക് കൃത്യമായി കാണാം. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ഗുളിക സാവധാനം ലോറൻസയുടെ വായിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. ആ ഗുളിക ലോറൻസയുടെ കഴുത്തിലൂടെ താഴോട്ട് പോകുന്നത് ശരിക്കും വിസിബിൾ ആണ്. ഒരു അനക്കം, ഒരു മൂവ്മെന്റ്സ് അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോറൻസയുടെ കഴുത്തിലൂടെ ആ ഗുളിക താഴോട്ട് ഇറങ്ങുന്ന കാഴ്ച വല്ലാത്തൊരു കൗതുകത്തോടെ ഡോക്ടർ എലിജോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഡോക്ടർ എലിജോയുടെ ശ്രദ്ധയിൽ മറ്റു ചില കാര്യങ്ങളിലൂടെ പെടുകയാണ്. ലോറൻസയുടെ ബോഡിയിൽ ചെറിയ അനക്കം ഉണ്ടാകുന്നത് പോലെ ഒരു തോന്നൽ എലിജോയ്ക്ക് ഉണ്ടായി. ഡസ്റ്റിന് ഉണ്ടാക്കിയ ഗുളിക ലോറൻസയുടെ വായിലേക്ക് വെച്ച് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ലോറൻസയുടെ ബോഡിയിൽ ചെറിയ ചലനങ്ങൾ ദൃശ്യമാണ്. മാക്സിമസും കാറ്റ്ലിനും ശരിക്കും അമ്പരപ്പോടുകൂടി ആ നിശ്ചലനായി കിടക്കുന്ന മനുഷ്യനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ മനുഷ്യന്റെ ബോഡിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാകുന്ന ശൈലിയിലുള്ള മാറ്റങ്ങൾ ലോറൻസിന്റെ ബോഡിയിലേക്ക് വരികയാണ്. ലോറൻസിന്റെ ബോഡിയിൽ അതുവരെ ഉണ്ടായിരുന്ന ആ തണുത്തുറഞ്ഞ അവസ്ഥ സാവധാനം മാറി തുടങ്ങി. അയാളുടെ ബോഡിയിലേക്ക് പതുക്കെ പതുക്കെ ഊർജം കയറുന്ന ഒരു തോന്നൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കുണ്ട്. ശരിക്കും അയാളുടെ കയ്യിൽ നമുക്ക് ആ കാഴ്ച കാണാം. ഏതാണ്ട് ചതഞ്ഞു കിടന്ന അയാളുടെ ആ കയ്യിലെ പതുക്കെ പതുക്കെ രോമങ്ങളൊക്കെ എണീറ്റ് വരുമ്പോൾ ഒരു തോന്നൽ. ലോറൻസിന്റെ മുഖം ശരിക്കും മരവിച്ച് ഐസ് കട്ട പോലെ ആയിരുന്നു. ആ മുഖത്തെ മരവിപ്പൊക്കെ മാറുകയാണ്. ആ മുഖം പതുക്കെ പതുക്കെ പ്രസരിപ്പ് വീണ്ടെടുത്തു തുടങ്ങി. ഡോക്ടർ എലിജോ ശരിക്കും ഞെട്ടിയിരിക്കുന്നു എന്ന് പറയാം. അദ്ദേഹം പ്രഗത്ഭനായ ഡോക്ടറാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എലിജോ ലോറൻസിനെ രക്ഷിക്കാനായി അനവധി മരുന്നുകൾ കണ്ടുപിടിക്കുകയും അത് ലോറൻസിന്റെ ശരീരത്തിൽ ഉപയോഗിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഒരു മാറ്റവും ആ മരുന്നുകൾക്ക് ലോറൻസിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇതാ ഡസ്റ്റിൻ റൈസ് ഉണ്ടാക്കിയ ആ മരുന്നിന് ലോറൻസിന്റെ ബോഡിയിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിരിക്കുകയാണ്. ഏകദേശം ഒരു 30 മിനിറ്റ് ആയപ്പോൾ സാധാരണ ഒരു മനുഷ്യന്റെ രൂപഭാവത്തിലേക്ക് ലോറൻസ് മടങ്ങി വന്നു. ലോറൻസിന്റെ ദേഹത്ത് മുഴുവൻ ഒരു ഊർജം ദൃശ്യമാണ്. ശരിക്കും അയാളുടെ ശരീരത്തിൽ രക്തഓട്ടം നടന്നു തുടങ്ങിയിരിക്കുകയാണ്. കൃത്യം 30 മിനിറ്റ് ആയപ്പോൾ ലോറൻസോ കണ്ണു തുറന്നു. 10 കൊല്ലങ്ങൾക്ക് ശേഷം ലോറൻസോ കണ്ണു തുറക്കുമ്പോൾ അയാൾ കാണുന്നത് ഡോക്ടർ എലിജോയാണ്. ഡോക്ടർ എലിജോയെ കണ്ട ലോറൻസോ അമ്പരപ്പോടെ എലിജോയോട് ചോദിക്കുകയാണ്, ഡോക്ടർ അങ്ങെന്താ ഇവിടെ? എലിജോയോടുള്ള ലോറൻസോയുടെ ചോദ്യം കേട്ടതും എലിജോ ലോറൻസോയോട് പറഞ്ഞു, സർ ലോറൻസോ, അങ്ങ് കുറെ നാളുകളായി ഇവിടെ ചികിത്സയിലായിരുന്നു. ഹേയ് ഡോക്ടർ എലിജോ, നിങ്ങൾ എന്നെ രക്ഷിച്ചോ? സർ ലോറൻസോ, ഞാനല്ല അങ്ങ് രക്ഷിച്ചത്, അങ്ങ് രക്ഷിച്ചത് ഇദ്ദേഹമാണ്. അങ്ങനെ ഡോക്ടർ എലിജോ പറഞ്ഞിട്ട് ലോറൻസിന്റെ വലത് ഭാഗത്തിരിക്കുന്ന ഡസ്റ്റിനെ എലിജോ ഒന്ന് നോക്കി. സ്വാഭാവികമായിട്ടും ലോറൻസിന്റെ കണ്ണുകൾ എലിജോയെ ഫോളോ ചെയ്ത് ഡസ്റ്റിനിലെത്തി. ഡസ്റ്റിൻ റൈസിലേക്ക് ലോറൻസിന്റെ കണ്ണുകൾ പതിഞ്ഞപ്പോൾ ലോറൻസിക്ക് ഭയങ്കര അതിശയം.
ഒരു ചെറുപ്പക്കാരനാണ് അവിടെ നിൽക്കുന്നത്. ആ ചെറുപ്പക്കാരനെ കൗതുകത്തോട് നോക്കി ലോറൻസോ ഡെസ്റ്റിനോട് പറഞ്ഞു, ഹേയ് യങ്മാൻ, നിങ്ങളാണോ എന്നെ രക്ഷിച്ചത്? ലോറൻസോയുടെ ചോദ്യം കേട്ടതും ഡെസൻ റൈസ് ലോറൻസോട് പറഞ്ഞു, അങ്കിൾ ലോറൻസോ, അങ്കിൾ എന്നെ മനസ്സിലായില്ലേ? യങ്മാൻ, എനിക്ക് മനസ്സിലായില്ല അങ്കിൾ, ഞാൻ ലോഗനാണ്, ലോഗൻ റൈസ്. ഡെസൻ റൈസ് ആ വാക്ക് പറഞ്ഞതും ലോറൻസോ ശരിക്കും ഒന്ന് വിറച്ചു എന്ന് പറയാം. ആ കിടക്കയിൽ നിശ്ചലനായി കിടക്കുകയായിരുന്ന ലോറൻസോയുടെ കൈയും കാലും ഒക്കെ ഒന്ന് അനങ്ങി. ശരിക്കും ഒരു ഞെട്ടൽ ലോറൻസോയുടെ മുഖത്തുണ്ട്. ലോഗൻ? അതെങ്കിൽ ഞാൻ ലോഗൻ റൈസാണ്. അങ്ങനെ ഡെസൻ വീണ്ടും പറഞ്ഞതും ലോറൻസോ ആ കട്ടിലിൽ നിന്ന് പെട്ടെന്ന് എണീക്കാൻ ഒരു ശ്രമം നടത്തി. കഴിഞ്ഞ 10 കൊല്ലമായി ആ കിടക്കയിൽ നിശ്ചലനായി കിടക്കുകയായിരുന്ന ലോറൻസോ കാല് തറയിലേക്ക് ഇട്ട് ഒന്ന് നിൽക്കാൻ ശ്രമിച്ചതും ലോറൻസോ ഒന്ന് വിറച്ചു. അയാളുടെ മുട്ട് ശരിക്കും ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അമ്പരപ്പോടെ ഡോക്ടർ എലിജയും മാക്സിമസും കാറ്റലിനും നോക്കുമ്പോൾ അവർ കാണുന്നത് തറയിലേക്ക് കുനിഞ്ഞ് ലോറൻസോ ഡെസൻ റൈസിനെ വണങ്ങുന്നതാണ്. ഹിസ് ഹൈനസ്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞില്ല. ലോറൻസോയുടെ പെട്ടെന്നുള്ള ആ പെരുമാറ്റവും വാചകവും ശരിക്കും ഡെസ്റ്റിന് ഒഴികെയുള്ള ആ മൂവർ സംഘത്തെ വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അവർ അമ്പരപ്പോടെ ലോറൻസിനെ നോക്കുമ്പോൾ ലോറൻസോ വീണ്ടും ഡെസ്റ്റിനോട് പറയുകയാണ്, ഹിസ് ഹൈനസ്, ആ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ പരാജയപ്പെട്ടു പോയി. ഹേയ് അങ്കിൾ, അങ്കിൾ എന്താ ഈ പറയുന്നത്? അങ്കിൾ അങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടല്ലേ എന്നെ അങ്കിളിനെ രക്ഷിക്കാൻ പറ്റിയത്? ഡെസ്റ്റിൻ ലോറൻസിയോട് അങ്ങനെ പറയുമ്പോൾ എന്താണ് അവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെ അർത്ഥമെന്ന് മനസ്സിലാകാതെ ഡോക്ടർ എലിജയും മാക്സിമസും കാറ്റലിനും ഡെസ്റ്റിനെയും അതുപോലെ ലോറൻസിനെയും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഡെസ്റ്റിൻ ലോറൻസിനെ പിടിച്ച് എണീപ്പിച്ച് കാട്ടിലേക്ക് ഇരുത്തി. അങ്കിൾ, അങ്കിൾ ഇപ്പൊ എങ്ങനെയുണ്ട്? ഹിസ് ഹൈനസ്, എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഡെസ്റ്റിനെ ഒന്ന് തപ്പിയൊക്കെ നോക്കുകയാണ്. ഡെസ്റ്റിന്റെ മുഖത്തും തലയിലേക്ക് ഒന്ന് തൊട്ടു നോക്കുകയാണ്. അയാൾക്കങ്ങോട്ട് വിശ്വാസം വരാത്തതുപോലെ. ശരിക്കും ഒരു പിതാവ് മകനെ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അറിയാതെ ദേഹം മുഴുവൻ ഒന്ന് തൊട്ടു നോക്കുമല്ലോ, അതുപോലെ ലോറൻസോ ഡെസ്റ്റിനെ അങ്ങനെ തൊട്ടു നോക്കുന്ന കണ്ടപ്പോൾ ഒരു വല്ലാത്ത കൗതുകത്തോടെ കാറ്റലിൻ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവളുടെ മനസ്സിൽ എവിടേക്കോ ആ രംഗം തൊടുന്നുണ്ട്. ലോറൻസോ ഡെസ്റ്റിനെ അങ്ങനെ തൊട്ടു നോക്കിയിട്ട് ഡെസ്റ്റിനോട് പറഞ്ഞു, യുവർ ഹൈനസ്, എനിക്ക് ഇപ്പോഴും പശ്ചാത്താപമുണ്ട്. അങ്കിൾ, അങ്കിൾ ആ കാര്യം വിട്. അങ്കിൾ അന്ന് എന്നെ രക്ഷിക്കാനായി ശ്രമിച്ചുകൊണ്ടല്ലേ ഇത്രയും വർഷം ഇവിടെ ഇങ്ങനെ കിടന്നത്? അങ്കിൾ അറിയൂ, അങ്കിൾ എത്ര വർഷം ഇവിടെ കിടപ്പിലായിരുന്നെന്ന്? ഡെസൻ റൈസ് അങ്ങനെ ചോദിച്ചപ്പോൾ ലോറൻസിന്റെ മുഖത്ത് ഒരു അമ്പരപ്പുണ്ട്. ഡെസന് എത്ര വർഷം എന്ന് പറഞ്ഞതിൽ നിന്നാണ് ആ അമ്പരപ്പുള്ളത്. അത് മനസ്സിലാക്കിയ ഡോക്ടർ എലിജോ ലോറൻസിയോട് പറഞ്ഞു, സർ ലോറൻസോ, അങ്ങ് കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. 10 കൊല്ലവും? അതെ സർ ലോറൻസോ, 10 കൊല്ലം. ലോറൻസോയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 10 കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അയാൾക്ക് ഇപ്പോഴും ആ ദിവസത്തെ സംഭവങ്ങൾ ഓർമ്മയുണ്ട്. അയാൾ ആ പഴയ കാലത്തിലേക്ക് അയാളുടെ ഓർമ്മയെ കൊണ്ടുപോകുന്നത് മനസ്സിലാക്കിയ ഡെസ്റ്റിൻ ലോറൻസിയോട് ചോദിച്ചു, അങ്കിൾ, എനിക്ക് അങ്കിളിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അങ്കിൾ, സത്യത്തിൽ അന്ന് എന്താ സംഭവിച്ചത്? ലോഗൻ അന്ന് ശരിക്കും നമ്മൾ ആരൊക്കെയോ ചതിക്കുകയായിരുന്നു. അങ്കിൾ എന്താ പറഞ്ഞ? ചതിക്കുകയായിരുന്നു? ആരാ അങ്കിൾ നമ്മളെ ചതിച്ചത്? ലോഗൻ, കൃത്യമായിട്ട് എനിക്ക് ആരാണ് ചതിച്ചതെന്ന് അറിയത്തില്ല, പക്ഷേ ചില സംശയങ്ങൾ എനിക്കുണ്ട്. അന്ന് അങ്ങയുടെ പിതാവ് ഹിസ് ഹൈനസ് റൂഫസ് റൈസും പ്രിൻസസ് വിക്ടോറിയയും ഒരുപാട് രാജകുമാരന്മാരും രാജകുടുംബ അംഗങ്ങളും സ്റ്റോഡിയിലെ ഫോർബിഡൻ സിറ്റി കാണാൻ വന്നതാണ്. ലോകന് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ സിറ്റിയെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോൾ ഹിസ് ഹൈനസ് പ്രിൻസിന് പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു. മെസ്സേജോ? അതെ, വെസ്റ്റ് ലുക്കോസിന്റെ അതിർത്തിയിൽ ശത്രുക്കൾ ആക്രമിക്കുന്നുള്ള മെസ്സേജ് കിട്ടിയതുകൊണ്ട് പ്രിൻസ് വേഗം വെസ്റ്റ് ലുക്കോസിലേക്ക് മടങ്ങി. അദ്ദേഹം മടങ്ങുമ്പോൾ പ്രിൻസ് ലിയോനിഷ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടെന്ന് പ്രിൻസിന് വാക്കു കൊടുത്തതാണ്. പ്രിൻസ് ലിയോനിഷോ? അതാരാ? യുവർ ഹൈനസ്, അങ്ങയ്ക്ക് പ്രിൻസ് ലിയോനിഷ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, പക്ഷേ പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഓ, പ്രിൻസ് ഓഫ് വെയിൽസ്, അദ്ദേഹം എംബറുടെ ഏറ്റവും ഇളയ സഹോദരനല്ലേ? അതെ അതെ, എംബറുടെ ഏറ്റവും ഇളയ സഹോദരൻ. അദ്ദേഹമാണ് പ്രിൻസ് പോകുന്ന സമയത്ത് നമ്മളെ സംരക്ഷിച്ചുള്ളതെന്ന് പ്രിൻസിന് വാക്ക് കൊടുത്തത്. എന്നിട്ട് എന്തു പറ്റി? അങ്ങയുടെ പിതാവ് പോകുന്നതിന് മുമ്പ് എന്നെ മാറ്റി നിർത്തി ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? അദ്ദേഹം പറഞ്ഞത് എല്ലാവരെയും കാര്യമായി ശ്രദ്ധിക്കണം, പ്രിൻസ് ഓഫ് വെയിൽസിനെ അത്ര പൂർണ്ണമായി വിശ്വസിക്കേണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. എംബറുടെ സഹോദരൻ പ്രിൻസ് ഓഫ് വെയിൽസിനെ
പൂർണ്ണമായി വിശ്വസിക്കേണ്ടെന്ന് എൻ്റെ പിതാവ് പറഞ്ഞെന്നു. അതെ, അങ്ങയുടെ പിതാവ് അങ്ങനെ എന്നോട് പറഞ്ഞത്. അത് അതിശയമായിരിക്കുന്നല്ലോ. എന്നിട്ട് എന്തുണ്ടായി? അദ്ദേഹം പോയതിനു ശേഷവും ഞങ്ങൾ ഫോർബിഡൻ സിറ്റിക്കകത്ത് ഉണ്ടായിരുന്നു. ഫോർബിഡൻ സിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് നമുക്കെതിരെ ആക്രമണം ഉണ്ടായത്. അത് യുവർ ഹൈനസ് അങ്ങേക്ക് ഓർമ്മയുള്ള കാര്യമാണല്ലോ. അതെനിക്ക് ഓർമ്മയുണ്ട്. ലോഗൻ റൈസിന് അന്ന് 15 വയസ്സാണ് പ്രായം. ലോഗൻ റൈസും അച്ഛൻ റൂഫസ് റൈസും അമ്മ പ്രിൻസസ് വിക്ടോറിയയും രാജകുടുംബ അംഗങ്ങളും ഒക്കെ സ്റ്റോണിയിൽ എത്തിയത് ഫോർബിഡൻ സിറ്റി കാണാൻ വേണ്ടിയാണ്. ശത്രുക്കൾ തമ്പടിക്കുന്നു എന്നുള്ള മെസ്സേജ് കിട്ടിയിട്ടാണ് പ്രിൻസ് റൂഫസ് റൈസ് വെസ്റ്റ് ലുക്കോസിലേക്ക് മടങ്ങിയത്. അതിനുശേഷം യാത്ര വെട്ടിച്ചുരുക്കി പ്രിൻസസ് വിക്ടോറിയയും ലോഗനും രാജകുടുംബാംഗങ്ങളും ഫോർബിഡൻ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ നിമിഷത്തിലാണ് അപ്രതീക്ഷിതമായി അവർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിലാണ് പ്രിൻസസ് വിക്ടോറിയയും രാജകുടുംബാംഗങ്ങൾ മുഴുവനും കൊല്ലപ്പെട്ടത്. അന്ന് അവരെ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടത് പ്രിൻസ് ഓഫ് വെയിൽസ് ആണ്. പ്രിൻസ് ഓഫ് വെയിൽസ് തങ്ങളെ രക്ഷിക്കാൻ വന്നില്ലല്ലോ എന്നൊരു ചിന്ത ഡസ്റ്റിന് പെട്ടെന്ന് തോന്നിയതുകൊണ്ട് ഡസ്റ്റിൻ ലോറൻസിനോട് ചോദിച്ചു, അങ്കിൾ ലോറൻസോ, പക്ഷെ അന്ന് പ്രിൻസ് ഓഫ് വെയിൽസ് നമ്മളെ സംരക്ഷിക്കാനായിട്ട് അതവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഹിസൈൻ സ്ലോഗൻ, ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് സംശയങ്ങളുണ്ടെന്ന്. നമ്മളെ രക്ഷിക്കേണ്ട പ്രിൻസ് ഓഫ് വെയിൽസിനെ നമ്മൾ ആക്രമിക്കപ്പെട്ട നിമിഷത്തിൽ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുമാത്രമല്ല, ആക്രമണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലോഗനെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഒരു വാർത്ത കൂടി അറിഞ്ഞിരുന്നു. എന്താ വാർത്ത? പ്രിൻസ് ഓഫ് വെയിൽസ് സ്റ്റോണിയിൽ നിന്ന് അപ്രത്യക്ഷമായെന്നുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം പ്രിൻസ് ഓഫ് വെയിൽസിനെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം എവിടെയോ ഒളിവിൽ താമസിക്കുകയാണ്. പ്രിൻസ് ഓഫ് വെയിൽസിനെ അറിയാം ആരാണ് അന്ന് അങ്ങയുടെ അമ്മയും കൂടുതൽ ആളുകളെയും കൊലപ്പെടുത്താനുള്ള ആ തന്ത്രത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നതെന്ന്. ലോറൻസോ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഡസ്റ്റിനോട് പറഞ്ഞു. പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വ്യക്തിയെ കണ്ടുപിടിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ കാര്യം ഇപ്പൊ ഡസ്റ്റിന് ഉറപ്പായി. ഡസൻ റൈസും ലോറൻസും തമ്മിലുള്ള സംഭാഷണം ശരിക്കും കൗതുകത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഡോക്ടർ എലിജോയും കൂടെയുള്ള ആ രണ്ടുപേരും. അവരെ അമ്പരപ്പിച്ച ഒരുപാട് വാചകങ്ങൾ ലോറൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വാചകം അവർക്ക് മുന്നിലുള്ള ഡസൻ റൈസ് ലോഗൻ റൈസ് ആണെന്നുള്ള വാചകമാണ്. സകലരും അറിയുന്ന കിരൺ എന്ന് വിളിപ്പേരുള്ള ലോഗൻ റൈസ് ആണ് അവിടെ ലോറൻസിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എലിജോ വല്ലാത്തൊരു അമ്പരപ്പിലാണ്. ശരിക്കും അയാൾ ഞെട്ടിപ്പോയിരിക്കുകയാണ്. വെസ്റ്റ് ലുക്കോസിയുടെ അടുത്ത ഭരണാധികാരിയാണ് സാക്ഷാൽ ലോഗൻ റൈസ്. ആ ലോഗൻ റൈസ് ആണ് ഇതുവരെ തനിക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എലിജോ ഞെട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ. ആ ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ ഡോക്ടർ എലിജോ ശരിക്കും വല്ലാത്തൊരു അമ്പരപ്പോടെ അത്ഭുതത്തോടെ ഡസൻ റൈസിനെ അങ്ങ് നോക്കുമ്പോൾ ഡസൻ ലോറൻസിനോട് ചോദിച്ചു, അങ്കിളിനെ ആരാ ഇവിടെ എത്തിച്ചത്? ലോഗൻ, എന്നെ ഇവിടെ എത്തിച്ചത് ഒരു വിറ്റേക്കറാണ്. വിറ്റേക്കറോ? അതെ, എൻ്റെ ഒരു സുഹൃത്താണ് വിറ്റേക്കർ. വിറ്റേക്കർ എന്ന വ്യക്തിയാണ് ലോറൻസോയെ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് ലോറൻസോ പറഞ്ഞപ്പോൾ ഡസൻ ഡോക്ടർ എലിജോയ്ക്ക് നേരെ തിരിഞ്ഞു. ഡോക്ടർ എലിജയുടെ മുഖത്തേക്ക് ഡസൻ നോക്കിയ നിമിഷത്തിൽ തന്നെ എലിജോ ഡസനോട് പറഞ്ഞു, മിസ്റ്റർ വിറ്റേക്കർ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. വന്ന് തിരക്കുന്നത് സർ ലോറൻസിന്റെ സുഖവിവരങ്ങളാണ്. ഡോക്ടർ എലിജോ അത്രയും പറഞ്ഞതിന് ശേഷം ഒന്ന് നിർത്തിയിട്ട് ഡസനോട് പറഞ്ഞു, പക്ഷെ എനിക്ക് മിസ്റ്റർ വിറ്റേക്കറെ ഒറ്റുനോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. അതെന്താ എന്ന ചോദ്യം ഡസന്റെയും മാക്സിമസിന്റെയും കാറ്റ്ലിന്റെയും ലോറൻസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ എലിജോ അവരോട് പറഞ്ഞു, അദ്ദേഹം ഇവിടെ വരുമ്പോഴൊക്കെ ഒരു മുഖംമൂടി ധരിക്കാറുണ്ട്. മുഖംമൂടി മാറ്റി അദ്ദേഹത്തെ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വിറ്റേക്കർ എന്ന് വിളിപ്പേരുള്ള ഒരു വ്യക്തി കൂടി ഇതാ കഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ വിറ്റേക്കറാണ് ശരിക്കും ഗുരുതരമായി പരിക്കേറ്റ ലോറൻസയെ ആ ഫോർബിഡൻ സിറ്റിയുടെ പുറത്തുനിന്ന് രക്ഷിച്ച് ഡോക്ടർ എലിജോയുടെ സമീപത്ത് എത്തിച്ചത്. ആ വിറ്റേക്കർ ലോറൻസയുടെ സുഖവിവരങ്ങൾ കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും ഡോക്ടർ എലിജോയുടെ മുന്നിൽ മുഖം കാണിച്ചിട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ ഡസൻ റൈസിന് മുന്നിൽ രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് പ്രിൻസ് ഓഫ് വെയിൽസ്, രണ്ടാമത്തെ ആള് വിറ്റേക്കർ. ഈ രണ്ടുപേരെയും കണ്ടുപിടിച്ചാൽ ഡസ്റ്റിന് അവന്റെ അമ്മയുടെ മരണവുമായി ബന്ധിപ്പിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. പ്രിൻസസ് വിക്ടോറിയയുടെയും രാജ കുടുംബാംഗങ്ങളുടെയും കൂട്ടക്കൊലയിൽ കലാശിച്ച ആ ചതി ആക്രമണത്തിന് പിന്നിൽ ആരാണെങ്കിലും അവരെ താൻ വെറുതെ വിടില്ല എന്ന് ഡസൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം ഡസ്റ്റിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുത്ത ലോറൻസോ ഡസ്റ്റിനോട് പറഞ്ഞു, ഹിസ് ഹൈനസ്, ഞാൻ പറയുന്നത് അബദ്ധമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. 11 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത്.
അങ്ങ് ഒരു കാരണവശാലും അതിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കരുത്. അങ്ങയുടെ അമ്മയും രാജകുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തിയ ആളുകൾ ശരിക്കും ശക്തരായിരിക്കും. അവർ ഇപ്പോഴും അതിശക്തരായി നമുക്ക് ചുറ്റും ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങ് ഇനി അത് തുടർന്ന് അന്വേഷിക്കേണ്ടതാണ്. ഡോക്ടർ എലിജോ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ലൊറൻസോ ഡെസിനോട് പറഞ്ഞത്. ലൊറൻസോ അങ്ങനെ പറഞ്ഞതും ഡെസിൻ ലൊറൻസോയോട് പറഞ്ഞു, അങ്കിൾ, ഞാൻ ലോഗൻ റൈസാണ്. എനിക്കൊരു തീരുമാനമേ ഉള്ളൂ. ആ തീരുമാനം ഞാൻ അങ്കിളിനോട് വ്യക്തമായി പറയാം. എൻ്റെ അമ്മയുടെ മരണത്തിൻ്റെ കാരണക്കാർ ആരാണെങ്കിലും ഞാൻ അവരെ കണ്ടുപിടിക്കും, ഞാൻ അവരെ ഇല്ലാതാക്കും. അതിൽ ഒരു സംശയവും അങ്ങേക്ക് വേണ്ട. വളരെ വ്യക്തമാണ് ഡെസിന്റെ അഭിപ്രായം. ഒരു ശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ഡെസിൻ അക്കാര്യം വ്യക്തമാക്കിയതും ലൊറൻസോ ഡെസിനോട് പറഞ്ഞു, ഹിസ് ഹൈനസ്, അങ്ങയുടെ തീരുമാനം അതാണെങ്കിൽ ഞാൻ അങ്ങേക്കൊപ്പമുണ്ട്. അങ്ങ് എന്ത് തീരുമാനിച്ചാലും ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ലൊറൻസോ പറഞ്ഞതും ഡെസിൻ ഡോക്ടർ എലീജോട് പറഞ്ഞു, ഡോക്ടർ, അങ്കിളിനെ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കൊള്ളണേ. അങ്കിള് പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുക്കാൻ എനിക്ക് തോന്നുന്നു 2 ദിവസം കൂടെ വേണ്ടി വരുമെന്നാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡെസിൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഡെസിൻ വീണ്ടും ആ നമ്പർ ഡയൽ ചെയ്തു. ഫോർബിഡൻ സിറ്റിക്കകത്ത് 2 ദിവസം മുമ്പ് ഡെസിൻ വിളിച്ച അതേ നമ്പറിലേക്കാണ് ഡെസിൻ വീണ്ടും വിളിക്കുന്നത്. ഡെസിന്റെ കോൾ കണക്ട് ആയതും മറുഭാഗത്തുനിന്ന് ആ ശബ്ദം കേൾക്കുകയാണ്. ലോഗൻ, എന്താ വീണ്ടും വിളിച്ച്? എനിക്ക് ഒരു സഹായം കൂടി വേണം. ലോഗൻ, ഞാൻ പറഞ്ഞില്ലേ ഒരേ ഒരു തവണയെ ഞാൻ ലോഗനെ സഹായിക്കുമെന്ന്. ഞാൻ ലോഗനോട് പറഞ്ഞു, ലോഗന്റെ അമ്മയോട് എനിക്ക് ഒരു കടപ്പാടുണ്ട്. ആ കടപ്പാട് ലോഗനെ ഞാൻ സഹായിച്ചതോടുകൂടി പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ഇനി ഞാൻ ലോഗനെ സഹായിക്കേണ്ട ഒരു കാര്യവുമില്ല. ആ സ്ത്രീ അവരുടെ സ്റ്റാൻഡ് വളരെ വളരെ വ്യക്തമായി ഡെസിന് മുന്നിൽ അവതരിപ്പിച്ചു. അത് കേട്ടതും ഡെസിൻ ആ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് ഒരാളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് വേണ്ടത്. ആ ഇൻഫർമേഷൻ നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വാക്ക് നൽകാം. നിങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന വാക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോഗൻ, നീ എന്തായി പറയുന്നത്? എനിക്കെന്തിനാ നിന്റെ സഹായം? മാഡം, ഞാൻ റൂഫസ് റൈസിന്റെ മകനാണ്. ഞാനൊരു വാക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മാഡത്തിന് മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ലോഗൻ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. റൈസ് കുടുംബത്തിന്റെ വാക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് എനിക്കറിയാം. ഓക്കെ ലോഗൻ, കാര്യം പറ. മാഡം, എനിക്കറിയേണ്ടത് പ്രിൻസ് ഓഫ് വെയിൽസ് ഇപ്പോൾ എവിടെ ഉണ്ടെന്നാണ്. പ്രിൻസ് ഓഫ് വെയിൽസിനെ കുറിച്ച് കേട്ടപ്പോൾ മറുഭാഗത്ത് ഒരു നിമിഷം ഒരു നിശബ്ദതയുണ്ടായി. അതിനുശേഷം ആ സ്ത്രീ ലോഗനോട് പറഞ്ഞു, ലോഗൻ, ഇതെന്താ ഇപ്പോൾ പ്രിൻസ് ഓഫ് വെയിൽസിനെ കുറിച്ചൊക്കെ അറിയുന്നത്? മാഡം, ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു തുടങ്ങിയാൽ നമ്മൾ പ്രശ്നത്തിൽപ്പെടും. മാഡത്തിന് അതറിയാൻ താല്പര്യമുണ്ടോ? ലോഗൻ, പ്രശ്നം വരുന്ന ഒരു കാര്യവും എനിക്കറിയണ്ട. ഓക്കെ ലോഗൻ, ഞാൻ ലോഗന് വാക്ക് നൽകാം. 3 ദിവസത്തിനകം ഞാൻ പ്രിൻസ് ഓഫ് വെയിൽസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലോഗന് നൽകാം. ശരിക്കും ആശ്വാസകരമായ ഒരു കാര്യമാണ് ഡെസിൻ ആ ശബ്ദത്തിന്റെ ഉടമയിൽ നിന്ന് കേൾക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ആ ഫോണ് കട്ടാവുകയും ചെയ്തു. കാര്യമാത്ര പ്രസക്തമായി മാത്രം സംസാരിക്കുന്ന ആ ശബ്ദത്തിന്റെ ഉടമ ചക്രവർത്തിയുടെ ഏറ്റവും ഇളയ അനുജൻ പ്രിൻസ് ഓഫ് വെയിൽസ് എവിടെയുണ്ടെന്നുള്ള വിവരം കണ്ടെത്തി ഡെസിനെ അറിയിക്കും. കഴിഞ്ഞ 11 വർഷമായി ആ മനുഷ്യനെക്കുറിച്ച് ഒരു വിവരവും ആർക്കുമില്ല. ആ വിവരമാണ് ആ ശബ്ദത്തിന്റെ ഉടമ കണ്ടെത്തി ഡെസിന് കൊടുക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഡെസിന് ആലോചിക്കുന്ന ആ നിമിഷത്തിൽ ഡെസിന്റെ ഫോൺ റിംഗ് ചെയ്തു. ഫോണിൽ ഹെയ്സൽ ലങ്കാസ്റ്റർ എന്ന് എഴുതി കാണിക്കുകയാണ്. ഡെസിൻ പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്തതും ഫോണിൽ ഒരു പുരുഷ ശബ്ദം ഡെസിന് തേടി വന്നു. ഡെസിൻ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ ഈ സൺ ടെമ്പിളിൽ എത്തണം. ആരാ നിങ്ങൾ? ഞാൻ ആരെന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന ഈ സൺ ടെമ്പിളിൽ നീ എത്തിയില്ലെങ്കിൽ നിന്റെ ഈ കൂട്ടുകാരി പിന്നെ ജീവനോടെ ഉണ്ടാകില്ല. ഹെയ്സൽ ലങ്കാസ്റ്റർ അപകടത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലിയിലുള്ള ഒരു ഫോൺ കോളാണ് വന്നിരിക്കുന്നത്. ഫോൺ കട്ടായതും ഡെസിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് കൂടി വന്നു. ഡെസിൻ ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷന്റെ മാപ്പാണ് അതിനകത്തുള്ളത്. ഡെസിൻ മാക്സിമസിനോട് വില്ല ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഡെസിൻ വില്ലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലെ ഒരു തൂണിൽ ഹെയ്സൽ ലങ്കാസ്റ്റർ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അവളുടെ അടുത്തും ചുറ്റുവട്ടത്തുമായി ഏകദേശം 2 ഡസനോളം ആളുകളുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അവരൊക്കെ ഗുണ്ടകളാണെന്ന്. ആ ഗുണ്ടകളുടെ കൂട്ടത്തിലെ ഒരാൾ തൂണി കെട്ടിയിരിക്കുന്ന ഹെയ്സലിനെ തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അയാൾ കൂടെയുള്ള ആളോട് പറഞ്ഞു, ചേട്ടാ, ഇവിടെ ഞാൻ കൊണ്ടുപോട്ടെ? ഇടാ, നീ എന്തായി ചോദിക്കുന്നത്? ചേട്ടാ, ഇവളെ കണ്ടിട്ട് എനിക്ക് ഇവിടെ അങ്ങോട്ട് വിടാൻ തോന്നുന്നില്ല. ഈ പരിപാടിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പണം അത് എത്രയാണെങ്കിലും ചേട്ടൻ എടുത്തു, ഇവിടെ എനിക്ക് വിട്ടു തരണം. ഹെയ്സൽ ലങ്കാസ്റ്റർ എന്ന സുന്ദരിയാണ് അവിടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നത്.
അവളുടെ മുഖം ഒരു തുണി കൊണ്ട് മൂടിയിട്ടുമുണ്ട്. പക്ഷേ ഹേസൽ ലങ്കാസ്റ്ററിന് അവിടെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാം. ഹേസൽ അവളുടെ പേര് പറഞ്ഞ് സംസാരിക്കുന്ന ആളുകളോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഏയ് സുന്ദരി, നീ ദേഷ്യപ്പെടാതെ, നീ എന്തിനാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? നിന്നെ രക്ഷിക്കാൻ ഒരാൾക്കും ഇവിടെ വരാൻ പറ്റില്ല. ആ മൊട്ടത്തലയൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് ചിരിക്കുകയാണ്. ആ ടെമ്പിൾ ഒരു ചേരി പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ടെമ്പിളിനെ വിളിക്കാം. ആ ടെമ്പിൾ ബേസ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് ബെയർ എന്ന പേരുള്ള ഒരു ഗുണ്ട ടീം വർക്ക് ചെയ്യുകയാണ്. ആ ബ്ലാക്ക് ബെയർ ടീമിലെ ആളുകളാണ് അതിനകത്തുള്ളത്. അവരുടെ നേതാവെന്ന് തോന്നുന്ന ആൾ ഹെയ്സലിനോട് പറഞ്ഞു, ഹേയ്, നിന്നെ രക്ഷിക്കാനായി ഒരാളെ ഞങ്ങളോട് വിളിച്ചിട്ടുണ്ട്. അയാൾ ഉടനെ വരും. അവൻ വന്നാൽ നിനക്ക് ജീവനോടെ പുറത്തു പോകാം. ആരെയാണ് അവർ അങ്ങോട്ട് വിളിച്ചെന്നുള്ള കാര്യം ഹെയ്സലിന് ഇതുവരെ പിടികിട്ടിട്ടില്ല. ഹെയ്സലിന്റെ ഫോണിൽ നിന്നാണ് അവർ ഡസ്റ്റിനെ വിളിച്ചതെങ്കിലും ഡസ്റ്റിനെയാണ് വിളിച്ചതെന്ന് അവൾക്ക് അറിയില്ല എന്നതാണ് സത്യം. ഹെയ്സലിനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുന്ന ആ മൊട്ടത്തലിന്റെ അടുത്ത് നിൽക്കുന്ന താടിക്കാരൻ അവന്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. ആ താടിക്കാരൻ ഹെയ്സലിനോട് പറഞ്ഞു, സുന്ദരി, നീ പേടിക്കണ്ട, നിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ആ തടിമാടന്മാർ പറയുന്നതിന്റെ അർത്ഥം കണ്ണ് കെട്ടപ്പെട്ടിരിക്കുന്ന നിലയിലുള്ള ഹെയ്സലിന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. താൻ ശരിക്കും പെട്ടിരിക്കുകയാണ്. ആരാ തന്നെ ഇനി രക്ഷിക്കുക? അങ്ങനെ ഒരു ചോദ്യം ഹെയ്സലിന്റെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും ഡെസൻഡൈസിന്റെ കാറ് ആ കോളനി കൂടി ആ അമ്പലത്തിന്റെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞു. ഡസൻ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോളനിയിലുള്ള ആളുകളൊക്കെ വളരെ കൗതുകത്തോടി ഡസ് നോക്കുകയാണ്. ആ അമ്പലത്തിനകത്തുള്ള ബ്ലാക്ക് ബെയർ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കോളനിയിലെ ആളുകൾക്ക് അറിയാം. ബ്ലാക്ക് ബെയർ ഗ്രൂപ്പിന്റെ ആസ്ഥാനത്തിന് മുന്നിൽ വാഹനം നിർത്തി ഒരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങുമ്പോൾ അത് കണ്ട കാണികൾക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. അവർ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണത്. ആരെങ്കിലുമൊക്കെ ആ ബ്ലാക്ക് ബെയർ ഗ്രൂപ്പ് അവിടെ തട്ടിക്കൊണ്ടുവരും. അവർ പറയുന്ന അനുസരിച്ച് പണവുമായിട്ട് പലരും ഇതുപോലെ വാഹനങ്ങളിൽ എത്താറുണ്ട്. അങ്ങനെ വാഹനങ്ങളിൽ എത്തുന്ന ആളുകളെ മിക്കവാറും കൊല്ലുക എന്നതാണ് ബ്ലാക്ക് ബെയർ ഗ്രൂപ്പിന്റെ രീതി എന്ന് പറയുന്നത്. അവര് ഒരു തെളിവും അവശേഷിപ്പിക്കാൻ തയ്യാറാകുന്ന ആളുകളല്ല. ഇപ്പോ അവിടെ എത്തിയ ചെറുപ്പക്കാരനും സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക എന്ന് ആ ചേരി താമസിക്കുന്ന ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു കൗതുകത്തോടെയും ലേശം സഹാനുഭൂതിയോടെയും ചില ആളുകളൊക്കെ ഡസ്റ്റിനെ നോക്കുന്നുണ്ട്. ഡെസൻഡൈസ് നടന്ന് അമ്പലത്തിന്റെ മുന്നിലെത്തി. അവിടെ രണ്ടാളുകൾ കാവൽ നിൽപ്പുണ്ട്. അവർ ഡസ്റ്റിനെ പരിശോധിച്ചു തുടങ്ങി. ഡസ്റ്റിന്റെ പുറത്ത് ആയുധങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതും അവർ ഡസ്റ്റിനെ അകത്തേക്ക് കൊണ്ടുവന്നു. ഡെസൻഡൈസ് അകത്തേക്ക് വരുമ്പോൾ ഡസ്റ്റിൻ കാണുന്നത് തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന ഹെയ്സൽ ലങ്കാസ്ട്രയാണ്. ഹെയ്സലിന്റെ വസ്ത്രങ്ങൾ ഏതാണ്ട് വലിച്ച് അടിക്കപ്പെട്ട നിലയിലാണ്. ഹെയ്സലിന്റെ ഫോണിലൂടെ അവർ വിളിച്ചു വരുത്തിയ ആ ചെറുപ്പക്കാരൻ അവിടെ എത്തുമ്പോൾ കാണേണ്ട കാഴ്ച എന്താണ് എന്നതിനെ കുറിച്ച് ആ ഗുണ്ടകൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത് വ്യക്തമാണ്. ആ ഗുണ്ടകളുടെ തലവൻ ഡസ്റ്റിനെ കണ്ടതും ഡസ്റ്റിനോട് പറഞ്ഞു, ഹേയ്, നീ ആള് കൊള്ളാമല്ലോ, ഞാൻ കരുതി നീ വരില്ല. ആ ഗുണ്ട തലവനെ ഒന്ന് നോക്കിയിട്ട് ഡസ്റ്റിൻ അയാളോട് പറഞ്ഞു, നോക്ക്, എനിക്ക് ശരിക്കും ധൃതിയുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹെയ്സലിനെ മോചിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഞാൻ വെറുതെ വിടാം. ബ്ലാക്ക് ബെയർ ഗ്രൂപ്പിന്റെ ആസ്ഥാനത്തേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകൾ കേട്ട ആ ഗുണ്ട തലവൻ ഒരു നിമിഷം നിശബ്ദനായി ഡസ്റ്റിനൊന്ന് നോക്കി. അതിനുശേഷം അയാളൊന്ന് ചിരിച്ചു. അയാളുടെ ചിരി ശരിക്കും ഒരു പ്രതിധ്വനി ഉണ്ടാക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ 2 ഡസൻ ആളുകളും ആർത്ത് ചിരിക്കാൻ തുടങ്ങി. താടിക്കാരനായ നേതാവിന്റെ സഹോദരൻ ആ മൊട്ടത്തലയനും അത് കേട്ട് ചിരിക്കുകയാണ്. അവരൊക്കെ ചിരിച്ചു മറിയുകയാണെന്ന് പറയാം. ശരിക്കും അവർക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. അവരുടെ ആസ്ഥാനത്തേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ തമാശ അവർക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. അവർ ചിരിക്കുന്നുണ്ടതും ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, ഞാൻ 3 വരെ എണ്ണം. അതിനിടയിൽ നിങ്ങൾ ഹെയ്സലിനെ മോചിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ മുഴുവൻ പേരെയും ഞാനങ്ങ് കൊല്ലും. വീണ്ടും ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും ആ താടിക്കാരന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ഏയ്, നീ ആരെന്ന് കരുതിയിട്ടായി സംസാരിക്കുന്നത്? അയാൾ അങ്ങനെ ചോദിച്ചപ്പോഴേക്കും അയാളുടെ കൂടെയുള്ള ആ 2 ഡസൻ ഗുണ്ടകളും ശരിക്കും ആക്റ്റീവായി. അതുവരെ ഒരു തമാശയായിട്ട് മാത്രം ഈ കാര്യങ്ങൾ കണ്ട അവർ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി തുടങ്ങിയത്. ആ താടിക്കാരൻ അയാളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, അവനെ പിടിച്ചു കെട്ട്. കേൾക്കേണ്ട താമസം അവർ മുന്നോട്ട് കുതിക്കാൻ പോയതും ഡസൻ അവരോട് പറഞ്ഞു, ഏയ്, ഞാൻ ഒരു ചാൻസ് കൂടി നിങ്ങൾക്ക് തരാം. ഇപ്പോ നിങ്ങളെല്ലാവരും മുട്ടുകുത്തി എന്നോടും ഹെയ്സലോടും മാപ്പ് അപേക്ഷിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ആ സൺ ടെമ്പിളിലെ ബ്ലാക്ക് ബെയർ ഗ്രൂപ്പിന് സഹിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഡസൻ ഇപ്പൊ പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് കേട്ടതും ആ താടിക്കാരൻ അയാളുടെ ഗ്രൂപ്പ് അംഗങ്ങളോട് പറഞ്ഞു, പിടിച്ചു കേട്ടവനെ,
ഡസന്റെ മുന്നിലിട്ട് അവന്റെ ഗേൾ ഫ്രണ്ടിനെ പീഡിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ആ ചേട്ട അനുജന്മാർ കടന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡസനെ പിടിച്ചു കെട്ടാൻ അവർ തീരുമാനിച്ചത്. ഡസന് നേരെ ആ ടീം ഒന്ന് കുതിച്ചതും ഡസൻ റൈസിന്റെ വലത് കൈ ഒന്ന് അനങ്ങി. ശരിക്കും ആ നിമിഷത്തിൽ ഒരു പ്രകാശം ഡസന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. ആ പ്രകാശം ഡസന്റെ കൈയുടെ അടുത്തേക്ക് വന്നതും ഡസൻ ആ കൈ വലത്തുനിടത്തോട്ടൊന്ന് വീശുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഡസന്റെ നേരെ ഓടി വരുന്ന ആ ഗുണ്ടകൾക്ക് മനസ്സിലായില്ല എന്ന് വ്യക്തം. പക്ഷെ മനസ്സിലാകുമ്പോഴേക്കും അവർ പലരും രണ്ട് കഷ്ണമായി തറയിൽ വീണ് കഴിഞ്ഞു. ശരിക്കും ഒരു പ്രകാശം അവരുടെ ബോഡി കൂടി അങ്ങനെ കടന്നു പോവുകയായിരുന്നു. ആ 2 ഡസനോളം ആളുകളും ആ നിമിഷം തന്നെ താഴേക്ക് വീണു. താടിക്കാരനായ ഗുണ്ടാ തലവനും മൊട്ടത്തലയനും അമ്പരപ്പോടെയാണ് ആ കാഴ്ച കണ്ടത്. ശരിക്കും അവർക്കോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരുടെ കാല് മുതൽ തലമുടി വരെ നിന്ന് വിറയ്ക്കുകയാണ്. അവർ ഗുണ്ടാ തലവന്മാരാണ്. പക്ഷെ ഇതുപോലൊരു കാഴ്ച അവരുടെ ജീവിതത്തിൽ അവർ ആദ്യമായി കാണുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് വന്നതും കൈ ആക്ഷൻ കാണിച്ചതും ഒരു വാള് അവന്റെ കയ്യിലേക്ക് എവിടെ നിന്നോ പറന്നു വരുന്നു. ആ വാള് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് മുന്നോട്ട് നീങ്ങി സകല ആളുകളുടെ പുറത്തൂടി കയറിറങ്ങി തിരിച്ച് ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് തന്നെ വന്നു. ആ വാള ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് മടങ്ങി വരുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും രണ്ടായി മുറിഞ്ഞിരിക്കുകയാണ്. ചിലരുടെ കഴുത്ത് വെച്ചാൽ മുറിഞ്ഞിരിക്കുന്നത്, ചിലരുടെ ബോഡിയുടെ പകുതി വെച്ചാൽ മുറിഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് പോലും ഒഴിയാൻ പറ്റിയിട്ടില്ല എന്ന് വ്യക്തം. ഡസന്റെ കയ്യിലേക്ക് ആ വാള് മടങ്ങി വന്നതും ഡസൻ ആ ചേട്ടാ അനുജന്മാരെ നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ ഒരു ഓഫർ വയ്ക്കുകയാണ്. നിങ്ങളെ ആരാണ് ഇതിന് ചുമതലപ്പെടുത്തിയത്? ആദ്യം പറയുന്ന ആളെ ഞാൻ വെറുതെ വിടും. അവർക്ക് ഈ കൊട്ടേഷന് ഓർഡർ കൊടുത്ത ആളുടെ പേര് ആദ്യം പറയുന്ന ആളെ ഡസൻ കൊല്ലത്തില്ല. വളരെ വ്യക്തമാണ് ഡസന്റെ നിർദ്ദേശം. അത് കേട്ടത് ആ മൊട്ടത്തലയൻ അവൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇത് വിശ്വസിക്കരുത്, അവൻ നമ്മളെ കൊല്ലും, ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കരുത്. നോക്ക്, സമയം തീരെയില്ല. ഡസൻ വീണ്ടും പറയുകയാണ്, ആദ്യം ആര് പറയുന്നു അയാൾ രക്ഷപ്പെടും. അത് കേട്ടതും ആ താടിക്കാരൻ ഉറക്കെ പറഞ്ഞു, സർ ക്ഷമിക്കണം, ഗാരി മോൺഗോമറിയ ഓർഡർ നൽകിയത്. ഡസൻ വില്ലയിൽ നിന്ന് സൺ ടെമ്പിളിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഡസൻ ആലോചിച്ചു കൊണ്ടിരുന്നതും ആ കാര്യമാണ്. ആരായിരിക്കാം ഹെയ്സലിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നിൽ? ഹെയ്സലിനും ഡസനും പൊതുവായി ഒത്തിരി ശത്രുക്കളുണ്ട്. അതിൽ ഒരാൾ ഇസബെല്ല ടോർബിയാണ്, പിന്നെ ഓവൻ സ്ട്രാറ്റ്ഫോർഡ്, അതിനും അപ്പുറത്ത് ജൂലി അംബേഴ്സന്റെ മോൺഗോമറി പാലസ്, പിന്നെ വിക്ടോറിയ സ്റ്റെർലിംഗ്. ഇതിൽ ആരായിരിക്കാം ഹെയ്സലിനെ തട്ടിക്കൊണ്ടുപോകാൻ മുൻകൈ എടുത്തത്? എന്തായാലും ഓവൻ സ്ട്രാറ്റ്ഫോർഡ് ആവില്ല. ഓവൻ സ്ട്രാറ്റ്ഫോർഡ് ആകെ ഭയന്ന് നിൽക്കുകയാണെന്ന് ഡസന് അറിയാം. ബാക്കിയുള്ള 3 പേരിൽ ആരായിരിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഡസന് ഇപ്പൊ കിട്ടിയത്. ഡസന് വിചാരിച്ചിരുന്ന ആരുമല്ല കഥാപാത്രം. മോൺഗോമറി പാലസിലെ സാക്ഷാൽ ഗാരി മോൺഗോമറിയാണ് ഹെയ്സലിനെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഹെയ്സലിനെ തട്ടിക്കൊണ്ടുവന്നത് സ്വാഭാവികമായും ഡസനെ വിളിച്ചു വരുത്താൻ വേണ്ടിയാണ്. ഡസനാണ് ടാർഗറ്റ്. ഗാരി മോൺഗോമറിയുടെ പേര് ആ താടിക്കാരൻ പറഞ്ഞതും ആ മൊട്ടത്തലയൻ താടിക്കാരനോട് പറഞ്ഞു, ചേട്ടാ ചേട്ടാ എന്തായി ചെയ്തത്? ഒരു കാരണവശാലും നമുക്ക് പണം നൽകിയ ആളുടെ പേര് പറയില്ലെന്ന് അറിയില്ലേ? ഏയ്, നീ എന്താ എന്നെ ചോദ്യം ചെയ്യുകയാണ്? ഞാനാണ് നേതാവ്, ഞാൻ പറയുന്ന പോലെ നീ കേട്ടാ മതി. താടിക്കാരനായ ചേട്ടൻ അനുജനോട് അങ്ങനെ പറഞ്ഞതും അവർ തമ്മിൽ ഒരു വഴക്കാരംഭിച്ചു. അടുത്ത നിമിഷത്തിൽ ഡസൻ കാണുന്നത് ആ താടിക്കാരൻ അവന്റെ ഇടുപ്പിൽ നിന്ന് കത്തി വലിച്ചൂരി ആ മൊട്ടത്തലേനെ ആഞ്ഞാഞ്ഞ് കുത്തുന്നതാണ്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ മൊട്ടത്തലേനെ ചേട്ടൻ കുത്തി വീഴ്ത്തി. അനുജനെ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായതും ചേട്ടൻ ഡസനോട് പറഞ്ഞു, സാർ ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ ചെയ്തെന്നു? ഞാൻ പറഞ്ഞതിന് അപ്പുറത്ത് നീ ചെയ്തിരിക്കുകയാണല്ലോ. നിന്നോട് അവനെ കൊല്ലാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അതിന്റെ ശിക്ഷ എന്തായാലും നീ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ ഡസൻ പറഞ്ഞതും ഡസന്റെ കൈ ഒന്ന് ചലിച്ചത് ഒരു നിമിഷത്തിലാണ്. ഡസന്റെ കയ്യിലെ ആ വാള് ഡസന്റെ കയ്യിൽ നിന്ന് മുന്നോട്ട് മൂവ് ചെയ്ത് പെട്ടെന്ന് അയാളുടെ കഴുത്തിലൂടെ കടന്നുപോയി. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാളുടെ കഴുത്തിലൂടെ ആ വാളങ്ങി കടന്നുപോയി. കഴുത്തറ്റ് ആ തല തറയിൽ വീണതും ഡസൻ നടന്ന് ഹെയ്സലിന് അടുത്തത്. ഹെയ്സലിന്റെ വസ്ത്രങ്ങൾ വലിച്ചഴിച്ചിരിക്കുകയാണ്. ഹെയ്സലിന്റെ അടുത്തെത്തിയ ഡസൻ ഉടൻ തന്നെ അവളുടെ കെട്ടൊക്കെ അഴിച്ചു. കണ്ണിലെ കെട്ടഴിച്ചതും ഹെയ്സൽ സന്തോഷത്തോടെ ഡസനോട് പറഞ്ഞു, ഡസൻ അല്പം താമസിച്ചിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയിനെ. അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് നോക്കിയ ഹെയ്സൽ ശരിക്കും വാ പൊളിച്ചു പോവുകയാണ്. അവൾ കാണുന്നത് ആ അമ്പലത്തിനകത്ത് ഒരുപാട് ആളുകളുടെ ഡെഡ് ബോഡി കിടക്കുന്നതാണ്. എല്ലാ ഡെഡ് ബോഡിയിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. പല ആളുകളുടെയും തല അറ്റ് കിടക്കുകയാണ്. അമ്പരപ്പോടെ ആ ഡെഡ് ബോഡിയിലേക്ക് നോക്കുന്ന ഹെയ്സലിനോടായി ഡസൻ പറഞ്ഞു, ഹെയ്സൽ വേഗം ഡ്രസ് ചെയ്യ്, നമുക്ക് പുറത്തു പോകണം. പെട്ടെന്ന് തന്നെ ഹെയ്സൽ അവരുടെ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്തതും ഡസൻ ഹെയ്സലുമായി പുറത്തേക്ക് വന്നു. ഈ സമയത്ത് ഡസൻ റൈസിന്റെ വാഹനത്തിനടുത്തായി അനവധി ആളുകൾ വന്ന് നിൽക്കുകയാണ്. അകത്ത് ഒരു സംഘടന നടക്കുന്ന ശബ്ദം പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കാം. അകത്തേക്ക് പോയി ചെറുപ്പക്കാരനെ
അകത്തുള്ള ബ്ലാക്ക് ബെയർ ഗ്രൂപ്പുകാർ കൊല്ലുന്ന ശബ്ദമാണ് കേൾക്കുന്നതെന്ന് പുറത്തു നിൽക്കുന്നവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആ വാതിൽക്കലേക്കാണ്. എല്ലാവരും ആ വാതിൽക്കലേക്ക് നോക്കി നിൽക്കുമ്പോൾ വാതിൽ വഴി ഡസൻ റൈസ് പുറത്തേക്ക് വന്നു. ഡസൻ റൈസിന്റെ കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട്. സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമാണ് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ആ കാഴ്ച കണ്ട ആ തെരുവിലെ ആളുകളൊക്കെ എന്തു പറഞ്ഞെന്നറിയാതെ ആ വാതിൽക്കലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതുവരെ അവർ കാണാത്തൊരു രംഗം അവർ കാണുകയാണ്. സാധാരണഗതിയിൽ അകത്തേക്ക് പോകുന്ന ആളുകളെ അകത്തുള്ള ഗുണ്ടകൾ കൊല്ലുകയാണ് പതിവ്. ഇവിടെ ഇതാ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. അകത്തുള്ള ഗുണ്ടകൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. അകത്തുള്ള ബ്ലാക്ക് ബെയർ ഗ്രൂപ്പുകാർക്ക് എന്ത് സംഭവിച്ചിരിക്കും? ആ ചോദ്യം ആ തെരുവിലെ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴേക്കും ഡസൻ റൈസും ഹെയ്സലും അവിടെ കാറിനകത്തേക്ക് കയറി കഴിഞ്ഞു. ആ ചേരിക്കാർ അമ്പരപ്പോടെ ആ കാറിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ ആ കാറ് അതിവേഗം അങ്ങ് പാഞ്ഞു പോവുകയാണ്. കാറിനകത്തുള്ള ഹെയ്സൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഹേയ് സുന്ദര, സോറി കേട്ടോ. ഹേയ് ഹെയ്സൽ, ഇത് നിന്റെ കുഴപ്പം കൊണ്ടല്ല സംഭവിച്ചത്, ഇത് എനിക്ക് വെച്ച് പണിയാണ്. ഏയ് സുന്ദര, നീ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ പെട്ടുപോയില്ലേ. ഡസൻ റൈസിനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴൊക്കെ ഹെയ്സൽ ഡസ്റ്റിനെ വിളിക്കുക സുന്ദര എന്നാണ്. ശരിക്കും സുന്ദരനായ ഡസൻ റൈസിനെ അങ്ങനെ വിളിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു സന്തോഷം തോന്നും. ഡസൻ അത് മനസ്സിലായതുകൊണ്ട് ഡസൻ അതിന് മറുപടി പറയാറില്ല. ഡസൻ റൈസ് ഹെയ്സലുമായിട്ട് അവളുടെ വീടിന്റെ മുന്നിൽ എത്തിയപ്പോൾ ഹെയ്സൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് സുന്ദര, എന്തായാലും ഇതുവരെ വന്നതല്ലേ, എന്നെ വീട് വരെ കൊണ്ടാക്കിയിട്ട് പോകും. ഹെയ്സൽ, അതല്ലേ വീട്, നിനക്കങ്ങ് കയറിയ പോരെ. ഹെയ്സൽ തമാശയ്ക്കാണ് അങ്ങനെ പറഞ്ഞെങ്കിലും ഡസ്റ്റിന് പെട്ടെന്ന് അതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് തോന്നി. ഡസൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഡസനും ഹെയ്സലും കൂടി ആ വീട്ടിലേക്ക് വന്നു. ആ വീട്ടിൽ ഹെയ്സൽ മാത്രമാണ് താമസം. വീടിന്റെ വാതിൽ തുറന്ന് ഹെയ്സൽ അകത്തേക്ക് കടന്നു. ഡസ്റ്റിനെ സ്വീകരണ മുറിയിൽ കൊണ്ടുവന്നിരുത്തി. ഹെയ്സൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് സുന്ദര, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അവളുടെ ഡ്രസ്സ് ആ മുട്ടത്തലയിൽ ഏതാണ്ട് വലിച്ചു കീറിയതാണ്. അത് മനസ്സിലാക്കിയ ഡസൻ ഒന്ന് തല കുനിക്കിപ്പോ ഹെയ്സൽ അവളുടെ മുറിയിലേക്ക് നീങ്ങി. ഹെയ്സൽ അവളുടെ മുറിയിലേക്ക് പോയതും ഡസൻ റൈസ് ആ വീടും പരിസരവും ഒന്ന് നിരീക്ഷിച്ചു. ഹെയ്സലിനെ ആക്രമിക്കാൻ വരുന്നവർക്ക് എളുപ്പം ആ വീട്ടിനകത്തേക്ക് കടക്കാൻ പറ്റുമോ എന്നറിയുക എന്നുള്ളതാണ് ഡസന്റെ ലക്ഷ്യം. ഡസൻ ആ വീടിന്റെ പരിസരം മുഴുവൻ ഒന്ന് നിരീക്ഷിച്ചു. താഴത്തെ നിലയിലെയും മുകളിലത്തെ നിലയിലെയും മുറികളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഡസൻ ഹാളിലേക്ക് മടങ്ങി വന്നു. ഹാളിൽ മടങ്ങി വന്ന ഡസന്റെ മുഖത്ത് ശരിക്കും ഒരു കൗതുകമുണ്ട്. ആ ഹാളും മുറികളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ശൈലിയിലാണ്. മിക്കവാറും എല്ലാ മുറികൾക്കും പിങ്ക് നിറമാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പാവകളും മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളൊക്കെ ആ ബിൽഡിങ്ങിൽ പലയിടത്തുമുണ്ട്. എല്ലാ അറേഞ്ച്മെന്റ്സും പെൺകുട്ടികളുടെ ശൈലിയിലാണ്. ഡസൻ അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി വരുമ്പോഴാണ് ചുവരിലുള്ള ഫോട്ടോകൾ ഡസന്റെ ശ്രദ്ധയപ്പെടുന്നത്. ഹെയ്സൽ ലങ്കാസ്റ്ററും അവളുടെ അച്ഛനും അമ്മയുമുള്ള ഫോട്ടോകളാണ് അവിടെ കാണുന്നതെല്ലാം. ഹെയ്സലിന്റെ കുഞ്ഞുനാൾ മുതലുള്ള ഫോട്ടോകൾ അവിടെ ഉണ്ട്. എല്ലാത്തിലും അവളുടെ അച്ഛനും അമ്മയും ഉണ്ട്. അവളുടെ 1ാം ബർത്ത്ഡേ, 2ാം ബർത്ത്ഡേ, 3ാം ബർത്ത്ഡേ, അങ്ങനെ ബർത്ത്ഡേ അടിച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോകളാണ് നിരനിരയായി ഇരിക്കുന്നത്. 18ാമത്തെ ബർത്ത്ഡേ വരെ കറക്റ്റാ വന്നിട്ടുണ്ട്. 18ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അടുത്ത കാണുന്ന ഫോട്ടോ 19ാമത്തെ ബർത്ത്ഡേയുടെ ഫോട്ടോയാണ്. പക്ഷേ 18ാമത്തതും 19 തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. 1ാമത്തെ മുതൽ 18 വരെ ആ ഫോട്ടോകളിൽ 3 ആളുകളാണ് ഉള്ളത്. ഹെയ്സൽ ലങ്കാസ്റ്ററും അവളുടെ പിതാവ് വെയ്ലോൺ ലങ്കാസ്റ്ററും പിന്നെ അവളുടെ അമ്മയും. പക്ഷെ 19ാമത്തിലേക്ക് വരുമ്പോൾ അതിൽ ഹെയ്സലും അവളുടെ പിതാവും മാത്രമേ ഉള്ളൂ. ആ ഫോട്ടോ കണ്ട ഡസൻ ശരിക്കും കൗതുകത്തോടെ അതിലേക്ക് നോക്കുകയാണ്. ഡസൻ ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഹെയ്സൽ അവളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഡസൻ ഫോട്ടോയിലേക്ക് നോക്കുന്നത് കണ്ട ഹെയ്സൽ ഡസനോട് പറഞ്ഞു, ഹേ ഡസൻ, എന്റെ ഫോട്ടോ കണ്ട ആകെ ബോറടിച്ചു അല്ലേ? ഹേയ് ഹെയ്സൽ, അങ്ങനെയല്ല, ഇത് വളരെ മനോഹരമായിരിക്കുന്നു. ശരിക്കും എനിക്ക് ഈ ഫോട്ടോകൾ വല്ലാത്തൊരു അത്ഭുതം ഉണ്ടാക്കുകയാണ്. ഡസൻ, അത് വിട്, അതൊക്കെ പഴയ കാര്യങ്ങളാണ്. അവൾക്ക് ആ ഫോട്ടോകളെ കുറിച്ച് സംസാരിക്കുവാൻ തീരെ താല്പര്യമില്ല എന്ന് അവളുടെ സംഭാഷണം വിളിച്ചു പറയുകയാണ്. ഏയ് സുന്ദര, എന്താ വേണ്ട കഴിക്കാൻ? ഹെയ്സലിന് ഇഷ്ടമുള്ളതാകാം. അങ്ങനെ ഡസൻ പറഞ്ഞതും അവൾ ഫ്രിഡ്ജ് തുറന്ന് കുറെ ബിയർ ക്യാനുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ബിയർ ക്യാനോടൊപ്പം കഴിക്കാനുള്ള ചില സാധനങ്ങളൊക്കെ അവർ പുറത്തെടുത്ത് വെച്ചു. ശരിക്കും അവൾ വല്ലാത്ത സന്തോഷത്തിലാണ്. ഹെയ്സൽ ബിയർ പൊട്ടിച്ച് ഡസന് കൊടുത്തു. ഡസനും ഹെയ്സലും ചേർന്ന് ആ ബിയർ ക്യാനുകൾ പൊട്ടിച്ച് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. അതിനിടയിൽ പല കാര്യങ്ങളും സംഭാഷണത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പെട്ടെന്ന് ഹെയ്സൽ ഡസനോട് ചോദിച്ചു, ഏയ് സുന്ദര, എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം? ഹെയ്സൽ, അതെന്ത് ചോദ്യമാണ്? നീ സുന്ദരിയാണ്, ബുദ്ധിമതിയാണ്, ശരിക്കും വർക്കഹോളിക്കുമാണ്. അതല്ല ഞാൻ ചോദിച്ചത്. എന്നെക്കുറിച്ച്
ചില കാര്യങ്ങളൊക്കെ ഡസൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓ അതൊക്കെ ആളുകൾ പറയുന്ന കാര്യങ്ങളല്ലേ. എനിക്ക് ഹേസൽ ഒരു നല്ല കുട്ടിയായിട്ടേ തോന്നിയിട്ടുള്ളൂ. അത് കേട്ടതും ഹേസൽ ഒന്ന് ചിരിച്ചു. ഡസൻ, ആദ്യമായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് സത്യസന്ധമായ ഒരു മറുപടി പറയുന്നത്. ഡസൻ, എന്നെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ ഞാനൊരു മോശ സ്ത്രീയാണെന്നല്ലേ, ഞാൻ പുരുഷന്മാരെ വലവേശി പിടിക്കുന്ന ആളാണെന്നല്ലേ? സത്യമായിട്ടും ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഹേസൽ, എന്താണോ ഇത്? ഡസൻ, ഞാൻ എൻ്റെ 18 വയസ്സ് വരെ ശരിക്കും സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത്. അപ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പ്രശ്നമുണ്ടായി. ഹേസൽ, എന്ത് പ്രശ്നം? ഡസൻ, എന്നെ എൻ്റെ കുടുംബക്കാർ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അതൊരു പ്രശ്നമാണ്. ഡസൻ, ഗ്രീൻ കുടുംബത്തിലെ ഹഡ്സനെയാണ് എനിക്ക് വേണ്ടി ആലോചിച്ചത്. അതെന്താ പ്രശ്നം? ഡസൻ, അവൻ ഒരു സ്ത്രീലമ്പടന, തികഞ്ഞ പെർവർട്ടാണ്, തികഞ്ഞ കൊള്ളരാത്തവനാണ്. അവനെ വിവാഹം കഴിക്കുന്ന ആളുകളെ അവൻ കൊല്ലുകയാണ് പതിവ്. ഹേസൽ, എന്നിട്ടും എന്തേ നിന്റെ കുടുംബം ആ ഗ്രീൻ കുടുംബത്തിന് നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു? ഡസൻ, അതാണ് പ്രശ്നം. ഈ പണമുള്ള കുടുംബങ്ങളിൽ പെൺകുട്ടികളായിട്ട് ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹേസൽ, നീ പറയുന്നത്? ഡസൻ, പണമുള്ള കുടുംബങ്ങൾ അവരുടെ പെൺകുട്ടികളെ ഉപയോഗിച്ചാണ് കുടുംബത്തെ വളർത്താൻ ശ്രമിക്കുക. അവരുടെ കുടുംബം കുറച്ചുകൂടി മെച്ചപ്പെടാൻ വേണ്ടി അവർ ബന്ധങ്ങൾ വലുതാക്കാൻ നോക്കും. വലിയ കുടുംബത്തിലേക്ക് മകളെ കല്യാണം കഴിപ്പിക്കും. മകൾ സുന്ദരിയാണെങ്കിൽ ഉറപ്പായും നല്ല ചെറുപ്പക്കാരെ കിട്ടും. സത്യത്തിൽ പെൺകുട്ടികളുടെ മനസ്സിനോ അവരുടെ ഭാവിക്കോ കുടുംബം ഒരു പ്രാധാന്യവും കൊടുക്കില്ല. പെൺകുട്ടികളാണെങ്കിൽ പണക്കാര കുടുംബത്തിൽ ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹേസൽ അവളുടെ അനുഭവമാണ് ഡസ്റ്റിനോട് പങ്കുവെക്കുന്നത്. പെൺകുട്ടികളുടെ കല്യാണക്കാര്യം മാത്രമല്ല, ആൺകുട്ടികളുടെ കല്യാണക്കാര്യവും വലിയ ഫാമിലികളിൽ ഒരു പ്രശ്നമാണെന്ന് ഡസ്റ്റിന് ഓവൻ പറഞ്ഞു അറിയാം. ഓവന്റെ കല്യാണം തീരുമാനിച്ചത് അങ്ങനെയാണ്. അതുപോലെ മിൽസ്ബർഗ് വെച്ച് നടാഷ ഹാർമണെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഹാർമൺ കുടുംബം തീരുമാനിച്ചതും കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, കുടുംബത്തിന്റെ കെട്ടുറപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയാണ്. നടാഷയ്ക്ക് ആ ബന്ധത്തിൽ താല്പര്യമുണ്ടോ എന്നുള്ളത് ഒരു വിഷയമേ ആയിരുന്നില്ല. ഇവിടെ ഹേസലിന്റെ കേസിലും അതാണ് സംഭവം. ഹേസൽ, അപ്പോ അങ്കിൾ വെയിലോൺ തടുത്തില്ലേ? ഡസൻ, അച്ഛൻ ശരിക്കും തടുത്തായിരുന്നു. അച്ഛന് എന്റെ മനസ്സ് വേദനിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ കുടുംബത്തിലെ എല്ലാവരും അച്ഛനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അച്ഛന് അവസരം നിശബ്ദനാകേണ്ടി വന്നു. അപ്പൊ നീ എന്ത് ചെയ്തു? ഡസൻ, അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത്ര ഒരു ആശയം ഉണ്ടായത്. ഞാൻ ഒരു മോശ സ്ത്രീയാണെന്ന് ഇമേജ് ഉണ്ടാക്കിയാൽ ഗ്രീൻ കുടുംബത്തിൽ അതൊരു പ്രശ്നമാകും. എന്നെ വിവാഹം കഴിക്കാൻ അവർ വിസമ്മതിക്കും. ഞാൻ കണക്കൂട്ടിയതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ ഒരുപാട് പുരുഷന്മാരുമായി ബന്ധമുള്ള ആളാണെന്നുള്ള കഥ ഞാൻ തന്നെ പരത്തിയപ്പോൾ ഗ്രീൻ കുടുംബം കല്യാണത്തിന് പിന്മാറുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ 3 വർഷമായി ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഹേസൽ ലങ്കാസ്റ്റർ അവളുടെ ഇമേജ് തികച്ചും മോശമായി അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കഥ കേട്ടപ്പോൾ ഡസൻ ശരിക്കും ഹേസലിന്റെ അവസ്ഥയിൽ ഒരു വിഷമം ഉണ്ടായി. ഡസൻ ഹേസലിനോട് പറഞ്ഞു, ഹേസൽ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? അത് ഡസൻ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോ ഡസൻ കാരണം ഞാൻ ശരിക്കും എൻ്റെ കുടുംബത്തിൽ വിലമതിക്കപ്പെടുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. ഹേസൽ, നീ പറയുന്നത്? ഡസൻ, ജെ ഡ്യൂ ഓയിൻമെന്റ് എനിക്കൊരു പുതിയ ജീവിതം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കുടുംബക്കാർ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടും അവരുടെ നേതാവായിട്ടൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടുള്ള ഇമേജ് 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഹേസലിന്റെ ഇമേജ് ജെ ഡ്യൂ ഓയിൻമെന്റ് രംഗത്ത് വന്നതോടുകൂടി ആകെ മാറുകയാണ്. ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ അഭിമാനമായി ഹേസൽ മാറുകയാണ്. ആ മാറ്റത്തിന്റെ കാരണം സാക്ഷാൽ ഡസൻ റൈസ് ആണ്. ഡസനോടായി ഹേസൽ പറഞ്ഞു, ഡസനെ ഞാൻ കണ്ടുമുട്ടിയത് കൊണ്ടാണ് സത്യത്തിൽ എനിക്ക് ഈ ഭാഗ്യമുണ്ടായത്. ഞാൻ എന്നെ തുറന്നു പറയാം. ഞാൻ ഒരുപാട് പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പുരുഷനോടും ഇതുവരെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഒരു അടുപ്പവും കാണിച്ചിട്ടില്ല. ഞാൻ എന്നെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കിപ്പിക്കാനായിട്ട് ചില വേലകളൊക്കെ കാണിക്കുമെങ്കിലും ഞാൻ പൂർണ്ണമായും ഒറ്റത്തടിയായി കഴിയുന്ന ആളാണ്. ആദ്യമായിട്ട് എൻ്റെ മനസ്സ് ഒരാൾ കീഴടക്കി എന്ന് പറയാം, അത് ഡസ്റ്റിനാണ്. ഡസ്റ്റിന് എന്നെ വിവാഹം കഴിച്ചൂടെ? ബിയർ അടിച്ച് നല്ല ഫിറ്റായി ഇരിക്കുന്ന ഹേസൽ ലങ്കാസ്റ്റർ ആ രാത്രിയിൽ ഡസൻ റൈസിനോട് അങ്ങനെ ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്ന ഡസൻ ഒന്ന് ഞെട്ടി. പറഞ്ഞ് ഹേസൽ അവിടം വരെ എത്തുമെന്ന് ഡസൻ തീരെ കരുതിയിരുന്നല്ല. ഡസൻ പെട്ടെന്ന് തന്നെ ഹേസലിനോട് പറഞ്ഞു, ഹേസൽ, സോറി, ഞാൻ ഒരാളുമായി എൻഗേജ്ഡ് ആണ്. ഡസൻ എന്താ പറഞ്ഞേ? എൻഗേജ്ഡ് ആയെന്നോ? അതെ, ഞാൻ എൻഗേജ്ഡ് ആണ്. നീ ആളെ അറിയും? ഡസൻ, ഞാൻ അറിയുന്ന ആളോ? അതെ ഹേസൽ, നീ ആളെ കണ്ടിട്ടുണ്ടെന്നോ? അതെ, ജെ ഡ്യൂ ഓയിൻമെന്റ് ലോഞ്ച് ചെയ്ത ദിവസം എൻ്റെ ഉഡ്ബി നമ്മുടെ സ്ഥാപനത്തിൽ വന്നിരുന്നു.
JDO ഓയിൻമെന്റ് ലോഞ്ച് ചെയ്ത ദിവസം ഒരുപാട് വിശിഷ്ട അതിഥികൾ അന്ന് ലങ്കാസ്റ്റർ മാളിൽ വന്നിരുന്നു. അതിൽ ആരാണ് ഡസൻ റൈസിന്റെ ആ കാമുകി? ആ ഒരു ചോദ്യം ഹെയ്സലിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഹെയ്സൽ ഡെസിനോട് ചോദിച്ചു, ഡസൻ സത്യമായിട്ടും അവിടെ വന്നിരുന്നോ? ആരാ അത്? ഹേയ് ഹെയ്സൽ, നീ ആളെ അറിയും, അത് നടാഷ ഹാർമണാണ്. ഡസൻ പറയുന്നത് ഡ്യൂക്ക് ഡെങ്കന്റെ ചെറുമകൾ നടാഷയെ കുറിച്ചാണോ? അതെ ഹെയ്സൽ, അതേ നടാഷയെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഡസന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹെയ്സലിന് ഒരേ നിമിഷത്തിൽ വിഷമവും അതേസമയം ആശ്വാസവും തോന്നുകയാണ്. ഹെയ്സലിനെ ഡസൻ റൈസ് തള്ളി പറഞ്ഞപ്പോൾ അവൾക്ക് ആദ്യം വിഷമം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോ അവൾക്കറിയാം, അവൾക്ക് പകരം ഡസൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് സാക്ഷാൽ നടാഷ ഹാർമണിനെയാണ്. നടാഷ എല്ലാ അർത്ഥത്തിലും ഹെയ്സലിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കും. നടാഷ സാക്ഷാൽ ഡ്യൂക്ക് ഡെങ്കൻ ബലാഡിന്റെ ചെറുമകളാണ്. അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. സൗന്ദര്യത്തിൽ നടാഷ ഡ്രാഗൺ മാർഷലിലെ സുന്ദരിമാരുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുമാണ്. സ്വാഭാവികമായിട്ടും നടാഷയോട് കമ്പയർ ചെയ്യാൻ തനിക്കാവില്ല എന്ന് അത് കേട്ടപ്പോൾ തന്നെ ഹെയ്സലിന് മനസ്സിലായി. നടാഷ എന്ന് കേട്ടപ്പോൾ ഉണ്ടായ അമ്പരപ്പ് ഒരു നിമിഷത്തേക്ക് ഹെയ്സൽ ഉണ്ടായിരുന്നുള്ളൂ. ഹെയ്സൽ ഡെസിനോട് പറഞ്ഞു, അപ്പോ ഡെസിന് ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. ഹെയ്സൽ ലോട്ടറിയൊക്കെ തന്നെയാണ്, പക്ഷേ സത്യം പറയാമല്ലോ, ഡ്യൂക്കിന്റെ ചെറുമകളാണ് നടാഷ എന്നുള്ള വിവരം ഞാൻ നടാഷയെ പരിചയപ്പെടുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്താണ് ആ വിവരം അറിഞ്ഞത്. ഡ്യൂക്കിന്റെ ചെറുമകളായ നടാഷയെ കമ്പനി അടിക്കാൻ സ്വാഭാവികമായിട്ടും എല്ലാ ചെറുപ്പക്കാർക്കും താല്പര്യം ഉണ്ടാകും. പക്ഷെ ഡസൻ ആ വിവരം അറിഞ്ഞിട്ടല്ല നടാഷയുമായി അടുപ്പമുണ്ടാക്കിയെന്ന് ഡസൻ ഹെയ്സലോട് പറഞ്ഞപ്പോൾ ഹെയ്സൽ ഒന്ന് ചിരിച്ചു. സുന്ദര, സത്യമായിട്ടും എനിക്ക് നിങ്ങളുടെ ജോഡി ഒരു നല്ല ജോഡിയായി തോന്നുകയാണ്. ഓക്കെ, എന്തായാലും രാത്രിയായി, ഇനി യാത്രയില്ല. അങ്ങനെ ഡസനോട് ഹെയ്സൽ പറഞ്ഞതും ഡസൻ ഹെയ്സലിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വാഹനത്തിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ ഡസന്റെ മനസ്സിൽ ഹെയ്സൽ തന്നെയാണ് ഉള്ളത്. ശരിക്കും ഹെയ്സൽ ഡസന്റെ മനസ്സിനെ ഒന്ന് തൊട്ടു എന്ന് പറയാം. സ്വന്തം ലൈഫ് രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ക്യാരക്ടർ തന്നെ മോശമാക്കി അവതരിപ്പിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഹെയ്സൽ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഹാർഡ് വർക്കാണ് ഹെയ്സൽ. അങ്ങനെ ഒരു ചിന്തയാണ് ഡസന് ഹെയ്സലിനെ കുറിച്ച് ആ നിമിഷത്തെ കടന്നു വരുന്നത്. ഹെയ്സലിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഡസൻ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഹെയ്സലിന്റെ ഫോൺ ഒന്ന് ശബ്ദിച്ചു. അവളുടെ അങ്കിളാ വിളിക്കുന്നത്. ഹെയ്സൽ, എന്താ അങ്കിൾ ഈ രാത്രിയിൽ? ഹെയ്സൽ, നീ അത്യാവശ്യമായി നമ്മുടെ മാൻഷനിലേക്ക് വരണം. അങ്കിൾ, എന്താ? ഹെയ്സൽ, അത്യാവശ്യമാണ്, ഉടൻ വരണം. അങ്ങനെ അവളുടെ അങ്കിൾ പറഞ്ഞതും ഫോൺ കട്ടായി. ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ മാൻഷനിലേക്ക് ഉടൻ തന്നെ ഹെയ്സൽ ചെല്ലണമെന്ന് അവളുടെ അങ്കിൾ പറഞ്ഞതും അവൾ വീട് പൂട്ടി പുറത്തിറങ്ങി കാറിൽ ലങ്കാസ്റ്റർ മാൻഷനിലേക്ക് തിരിച്ചു. ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹെയ്സലിന്റെ വാഹനം ലങ്കാസ്റ്റർ മാൻഷന്റെ ആ ഗേറ്റിനകത്തുകൂടി വീടിനടുത്തെത്തി. ഒരു കൂറ്റൻ ബംഗ്ലാവാണ് ലങ്കാസ്റ്റർ മാൻഷൻ. കാറിൽ നിന്ന് പുറത്തിറങ്ങി അവൾ അതിവേഗം അകത്തേക്ക് നടക്കുകയാണ്. സകല ലൈറ്റുകളും അവിടെ ഓണാണ്. ലങ്കാസ്റ്റർ മാൻഷന്റെ ആ സിറ്റ് ഔട്ട് വഴി പ്രധാന ഹാളിലേക്ക് ഹെയ്സൽ കടക്കുമ്പോൾ അവളുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉള്ളതായി അവൾ കണ്ടു. അവളുടെ അങ്കിൾമാരും ആന്റിമാരും ഒക്കെ അവിടെ ഉണ്ട്. ഈ രാത്രിയിൽ ആന്റിമാരും അങ്കിൾമാരും മറ്റു മുതിർന്ന ആളുകളൊക്കെ ഈ ഹാളിൽ എന്തെടുക്കുകയാണ്? അങ്ങനെ ഒരു ചോദ്യം ഹെയ്സലിന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അവൾ അവളുടെ ഫോൺ വിളിച്ച അങ്കിളിനെ കണ്ടു. അങ്കിൾ, എന്താ എന്നെ വിളിച്ചത്? അങ്ങനെ അവൾ അങ്കിളിനോട് ചോദിക്കുന്ന ആ നിമിഷത്തിൽ അവൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ആ ഹാളിന്റെ പല ഭാഗത്തായി അവൾക്ക് പരിചയമില്ലാത്ത അനവധി ആളുകൾ നിൽക്കുന്നത് അപ്പോഴാണ് ഹെയ്സൽ കാണുന്നത്. അമ്പരപ്പോടെ ആ ആളുകളെ ഹെയ്സൽ നോക്കുമ്പോൾ ഹെയ്സലിന്റെ കഴുത്തിൽ ഒരു തണുത്ത സ്പർശം, ഒരു തോക്കൻ കുഴല് അവളുടെ കഴുത്തിൽ സ്പർശിച്ചതാണെന്ന് അവൾക്ക് അപ്പം തന്നെ മനസ്സിലായി. അവൾ ഞെട്ടിത്തിരിയാൻ പോയതും പുറകെ നിൽക്കുന്ന ആള് അവളോട് പറഞ്ഞു, മിസ് ലങ്കാസ്റ്റർ, പ്ലീസ് കെയർഫുൾ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നോക്കൂ മിസ്, നിങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ആ മനുഷ്യൻ വീണ്ടും അങ്ങനെ പറഞ്ഞതും ഹെയ്സൽ അയാളോട് ചോദിച്ചു, ആരാ നിങ്ങളെ ഇതിൽ ചുമതലപ്പെടുത്തിയത്? ആ നിൽക്കുന്ന ആളുകളൊക്കെയും വാടക കൊലയാളികളാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഹെയ്സൽ ലങ്കാസ്റ്റർ ആ ചോദ്യം ചോദിച്ചത്. അതിന് പെട്ടെന്ന് ഒരു മറുപടി ഉണ്ടായി. മറുപടി അല്പം പുറകിൽ നിന്നാണ് ഉണ്ടായത്. ഹെയ്സൽ, ഞാൻ മറുപടി പറയാം. ശബ്ദം കേട്ട് തിരിഞ്ഞ ഹെയ്സൽ കാണുന്നത് അവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഗാരി മോൺഗോമറിയാണ്. നിങ്ങളോ? അതെ ഹെയ്സൽ, ഞാൻ തന്നെയാണ്. മിസ്റ്റർ ഗാരി, നിങ്ങളെന്തിനാ എന്നെ തടവിൽ പിടിക്കുന്നത്? ഹെയ്സൽ, നിന്നെ ഉപദ്രവിക്കാൻ എനിക്കൊരു ഉദ്ദേശവുമില്ല. എനിക്ക് വേണ്ടത് മറ്റൊരാളാണ്. മിസ്റ്റർ ഗാരി, നിങ്ങൾ ആരെ ഉദ്ദേശിക്കുന്നത്? ഹെയ്സൽ, ഞാൻ നിനക്ക് ഒരു നിർദ്ദേശം തരാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ്. നിർദ്ദേശവും? അതെ ഹെയ്സൽ, നിർദ്ദേശം.
അങ്ങനെ പറഞ്ഞിട്ട് ഗാരി അയാളുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിലെടുത്ത് അവിടെയുള്ള ടേബിളിന്റെ മുകളിലേക്ക് വെച്ചു. ഹെയ്സൽ, ഈ ബോട്ടിൽ കണ്ടല്ലോ, അതെ, ഇത് വിഷമാണ്. വിഷമോ? അതെ, വിഷമാണ്. നീ ഈ ബോട്ടിൽ നിന്റെ കയ്യിൽ സൂക്ഷിക്കണം. ഒരു കഥ പറയും പോലെ ഗാരി ഒരു കാര്യം ഹെയ്സലോട് പറയുകയാണ്. മിസ്റ്റർ മോങ്കമറി, താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹെയ്സൽ, ഞാൻ പറയട്ടെ, നീ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. നാളെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഇവിടേക്ക് ഡസ്റ്റിനെ കൂടി ഇൻവൈറ്റ് ചെയ്യണം. മിസ്റ്റർ മോങ്കമറി, നിങ്ങൾ ഈ പറയുന്ന? അതെ, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. നീ ഡസ്റ്റിനെ ഇവിടേക്ക് ക്ഷണിക്കണം. ഡസ്റ്റിന് നീ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ ഈ വിഷം ചേർക്കുകയും വേണം. അതൊന്നും പറ്റത്തില്ല. ഹെയ്സൽ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ നിനക്ക് ശരിക്കും വലിയ നഷ്ടമുണ്ടാകും. മിസ്റ്റർ മോങ്കമറി, ഇവിടെ നിയമങ്ങളുണ്ട്. നിയമത്തിന് അധീതരല്ല ആരും. ഹെയ്സൽ, നീ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കാതെ. നിയമങ്ങളൊക്കെ സാധാരണ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഏതു രാജ്യത്തും ഉണ്ടാവുക. ഇവിടെയും അങ്ങനെ തന്നെ. ഞങ്ങൾ ഈ നിയമം നടപ്പിലാക്കുന്ന ആളുകൾക്ക് ഈ നിയമം ഒരു വിഷയമേ അല്ല. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും നിയമവ്യവസ്ഥയുടെ ഒരു രീതി അതാണ്. പണമുള്ളവന് ഒരു നിയമവും സാധാരണക്കാർക്ക് വേറൊരു നിയമവുമാണ്. സാധാരണക്കാരൻ ഒരു കുറ്റത്തിൽ അറസ്റ്റിലായത് തന്നെ, അകത്ത് തന്നെ. പണമുള്ളവൻ, സ്വാധീനമുള്ളവൻ അതൊക്കെ മറികടന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ ഇവിടെയും കാണാറുണ്ട്. അതുതന്നെയാണ് മോങ്കോമറിയും പറയുന്നത്. പണമുള്ള, അധികാരമുള്ള അയാൾക്ക് നിയമത്തെ ഈസിയായി വളച്ചൊടിക്കും, അല്ലെങ്കിൽ അയാൾ പറയുന്നതാണ് നിയമം. ഗാരി മോങ്കോമറി പറഞ്ഞ വാക്കുകൾ കേട്ടതും ഹെയ്സൽ ഗാരിയോട് പറഞ്ഞു, ഞാൻ ഡസ്റ്റിനെ ചതിക്കത്തില്ല. നോക്കൂ ഹെയ്സൽ, നിനക്ക് ഇപ്പോഴും സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. ഈ നിൽക്കുന്ന നിന്റെ ഈ ബന്ധുക്കൾ ഒരു ഭാഗത്തും ഡസ്റ്റിൻ മറുഭാഗത്തുമാണ്. നിനക്ക് ഡസ്റ്റിൻ വേണോ, ഈ ബന്ധുക്കൾ വേണോ? മിസ്റ്റർ ഗാരി, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. ഡസ്റ്റിൻ എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ്. ഡസ്റ്റിനെ ഒറ്റ കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഹെയ്സൽ പറഞ്ഞതും ഹെയ്സൽ കാണുന്നത് ഗാരി നിറയൊഴിക്കുന്നതാണ്. അവളുടെ ഒരു റിലേറ്റീവിന്റെ നെഞ്ചിലേക്ക് ഗാരി നിറയൊഴിക്കുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ വെടിയേറ്റ് താഴെ വീണു. ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു ആ സംഭവം. ഗാരി മോങ്കോമറി ഒരാളെ വെറുതെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരും കരുതിയിരുന്നല്ല. സകലരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ലങ്കാസ്റ്റർ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെ ഗാരി വെടിവെച്ച് കൊന്നു. വെടിയേറ്റ് താഴേക്ക് വീഴുന്ന ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിലും വല്ലാത്തൊരു അമ്പരപ്പാണ്. അയാളെ അപ്പോ ആ ശരിയിൽ ഗാരി വെടിവെച്ച് കൊല്ലുമെന്ന് അയാൾ കരുതിയിരുന്നില്ല എന്ന് വ്യക്തം. ഹെയ്സൽ ശരിക്കും നടുങ്ങിയെന്ന് പറയാം. ഹെയ്സലോടായി ഗാരി പറഞ്ഞു, നോക്കൂ ഹെയ്സൽ, ഇനിയും നീ വിസമ്മതിക്കുകയാണെങ്കിൽ ഓരോ മിനിറ്റ് കഴിയുന്തോറും നിന്റെ ബന്ധുക്കളിൽ ഒരാൾ വീതം കൊല്ലപ്പെടും. ഗാരി അങ്ങനെ പറഞ്ഞപ്പോൾ ഹെയ്സൽ ഗാരിയോട് പറഞ്ഞു, ഗാരി, എന്നെ ഭയപ്പെടുത്തി എന്നെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊന്നും നടക്കത്തില്ല. ഹെയ്സൽ അത് പറഞ്ഞതും ഗാരി ഒരിക്കൽ കൂടി നിറയൊഴിച്ചു. ഗാരിയുടെ വലതു ഭാഗത്തുണ്ടായിരുന്ന ഏകദേശം 40-45 വയസ്സുള്ള ഒരാളുടെ നെറ്റിയിലേക്കാണ് ഗാരി നിറയൊഴിച്ചത്. ഗാരി അയാളെ നോക്കുപോലും ചെയ്യാതെയാണ് നിറയൊഴിച്ചത്. കറക്റ്റ് നെറ്റി കൂടി ആ വെടിയുണ്ട കടന്നുപോയി. ശരിക്കും ഗാരി ഒരു എക്സ്പെർട്ട് ഷൂട്ടറാണെന്ന് ആ ഷോട്ട് വിളിച്ചു പറയുകയാണ്. വെടിയേറ്റ് അവളുടെ അങ്കിൾ താഴേക്ക് വീഴുന്ന കണ്ട ഹെയ്സൽ തലയെ കൈവച്ച് പോവുകയാണ്. ശരിക്കും അവൾ പെട്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ആ ലങ്കാസ്റ്റർ കുടുംബത്തിലെ സകലരും ഹെയ്സലോട് അലറി പറയുകയാണ്, ഹെയ്സൽ പ്ലീസ്, ഞങ്ങളെ രക്ഷിക്ക്. ആ ടീം അംഗങ്ങൾ ഒന്നടങ്കം ഹെയ്സലോട് അങ്ങനെ ആവശ്യപ്പെടുമ്പോഴും ഹെയ്സൽ അങ്ങനെ നിശബ്ദയായി നിൽക്കുകയാണ്. അവൾക്ക് ഒരു കാരണവശാലും ഡസ്റ്റിനെ കൊല്ലാൻ കൂട്ടുനിൽക്കാൻ പറ്റില്ല. പക്ഷേ അവൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവളുടെ കുടുംബത്തെ ഒന്നടങ്കം കൊല്ലുമെന്ന് ഗാരി ഇതാ തെളിവ് സഹിതം കാണിക്കുകയാണ്. രണ്ടാളുകൾ വെടിയേറ്റ് വീണിട്ടും ഹെയ്സൽ കുലുങ്ങുന്നില്ല എന്ന് കണ്ടതും ഗാരി അയാളെ പുറകെ നിൽക്കുന്ന ആളിനെ ഒന്ന് നോക്കി. ഗാരി പുറകെ നിൽക്കുന്ന ആളെ ഒന്ന് നോക്കിയതും അയാൾക്ക് പുറകിലുള്ള ആളോട് കൈ കൊണ്ടൊരു ആക്ഷൻ കാണിക്കുകയാണ്. കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചതും രണ്ടാളുകൾ ഒരാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അകത്തേക്ക് വന്ന ആളെ കണ്ട ഹെയ്സൽ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അകത്തേക്ക് വന്നത് അവളുടെ അച്ഛൻ വെയ്ലോൺ ലങ്കാസ്റ്ററാണ്. വെയ്ലോണിന്റെ ഇരുപുറത്തും ഗണ്ണുമായി രണ്ടാളുകൾ അകത്തേക്ക് വന്നു. ആ ഹാളിനകത്തുള്ള അസാസിൻസിന്റെ എല്ലാം കയ്യിൽ ഗണ്ണുകളുണ്ട്. സകല ഗണ്ണുകളും ഇപ്പോ സാക്ഷാൽ വെയ്ലോൺ ലങ്കാസ്റ്ററുടെ നേരെയാണ്. ഗാരി ഒരു വാക്ക് പറഞ്ഞാൽ ആ നിമിഷം
വെയിലോണിന്റെ ശരീരത്തിലൂടെ ആ വെടിയുണ്ടകൾ കയറി ഇറങ്ങി. ഹെയ്സൽ അത് കണ്ട് കിടുങ്ങിപ്പോവുകയാണ്. ഹെയ്സൽ, ഇപ്പോ നീ തീരുമാനിക്കേണ്ട സമയമായി. നിനക്ക് ഡസ്റ്റിൻ വേണോ, നിന്റെ അച്ഛൻ വെയിലോൺ വേണോ? നേരത്തെ ലങ്കാസ്റ്റർ കുടുംബം വേണോ ഡസ്റ്റിൻ വേണോ എന്ന ചോദ്യത്തിന് അവൾ ഡസ്റ്റിൻ വേണമെന്നുള്ള അഭിപ്രായത്തിലായിരുന്നു. ഇപ്പോ ചോദ്യം മാറുകയാണ്. വെയിലോൺ വേണോ ഡസ്റ്റിൻ വേണോ എന്നാണ്. അവൾ ഒരു തീരുമാനം പറയേണ്ടിയിരിക്കുന്നു. അവർ എന്ത് തീരുമാനമാണ് പറയുന്ന അറിയാനായി ലങ്കാസ്റ്റർ കുടുംബക്കാരും അതുപോലെ ആ അസാസിൻസും ഹെയ്സലിനെ അങ്ങനെ നോക്കുമ്പോൾ ഹെയ്സലിന്റെ ഇടത് കൈ മേശപ്പുറത്തിരുന്ന ഒരു കത്തിയിലേക്ക് നീങ്ങി. ആ കത്തി കയ്യിലെടുത്ത ഹെയ്സൽ അടുത്ത നിമിഷത്തിൽ മുന്നോട്ടൊന്ന് കുതിച്ചു. അവരുടെ ലക്ഷ്യം ഗാരി മോൺഗോമറിയാണ്. ഗാരി മോൺഗോമറിയെ ആ കത്തി കൊണ്ട് ആഞ്ഞു കുത്താനായി ഹെയ്സൽ മുന്നോട്ട് കുതിച്ചതും ഗാരിയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന ഗാർഡ് കാലുയർത്തി ഒരു ഒറ്റ ചവിട്ട് കൃത്യം ഹെയ്സലിന്റെ നെഞ്ചിൽ തന്നെ കൊള്ളുകയാണ്. ചവിട്ടേറ്റ ഹെയ്സൽ ഏതാനും അടി പുറകിലേക്ക് തെറിച്ചു വീണു. കസേരയിലിടിച്ച് തറയിലേക്ക് വീണ ഹെയ്സലിന്റെ കയ്യിൽ ഇപ്പോഴും ആ കത്തിയുണ്ട്. തറയിലേക്ക് വീണ ഹെയ്സൽ വീണ്ടും എണീക്കാൻ ശ്രമിച്ചതും ആ ബോഡി ഗാർഡ് കാല് പടക്കി ഒരു ഒറ്റയാടി. ഹെയ്സൽ തറയിലൂടെ 1-2 വട്ടം ഉരുണ്ടു. ശരിക്കും പട്ടിയെ തല്ലും പോലെ ലങ്കാസ്റ്റർ മാൻഷൻ അകത്തിട്ട് ഇതാ ലങ്കാസ്റ്ററിന്റെ പുതിയ അവതാരമായ ഹെയ്സൽ ലങ്കാസ്റ്ററെ മോൺഗോമറിക്കാർ തല്ലുകയാണ്. ലങ്കാസ്റ്റർക്കാർക്ക് ഒരു അക്ഷരം പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. മോൺഗോമറിക്കാർ രാജകുടുംബത്തിന്റെ ഭാഗമാണ്. സ്റ്റോണിയിലെ എംബ്രയുടെ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ 4 റോയൽ കുടുംബങ്ങളാണ്. അതിലൊന്ന് മോൺഗോമറിയാണ്. ആ മോൺഗോമറി കുടുംബത്തെ ചോദ്യം ചെയ്യാൻ അവിടെ ഇരിക്കുന്ന ലങ്കാസ്റ്റർ കുടുംബത്തിലെ ആർക്കും പറ്റത്തില്ല. അവർ സ്റ്റോണിയിലെ റോയൽ കുടുംബാംഗങ്ങളല്ല. അവർ സ്റ്റോണിയിലെ 8 പ്രമുഖ കുടുംബത്തിന്റെ ഭാഗവുമല്ല. അവിടേക്കൊക്കെ കടന്നു കയറാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാ കുടുംബം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലങ്കാസ്റ്റർകാർ നിശബ്ദമായി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെയിലോൺ പറഞ്ഞു, സാർ എന്റെ മകളെ ഉപദ്രവിക്കരുത്. വെയിലോണിന്റെ ശബ്ദം പെട്ടെന്ന് കേട്ടതും ഗാരി അയാളുടെ കയ്യിലെ തോക്ക് വെയിലോണിന്റെ നെറ്റിയിലേക്ക് കൊണ്ടുവന്നു. ഈ കാഴ്ച തറയിൽ വീണ് കിടക്കുന്ന ഹെയ്സൽ ലങ്കാസ്റ്റർ കണ്ടു. ഹെയ്സൽ ഉടൻ ഗാരിയോട് പറഞ്ഞു, മിസ്റ്റർ ഗാരി, ഞാൻ ചെയ്യാം, ദയവായി എന്റെ അച്ഛനൊന്നും ചെയ്യരുത്. വെയിലോൺ ലങ്കാസ്റ്റർ നെറ്റിയിലേക്ക് വെടിയുണ്ട കയറുമെന്ന് തോന്നിയ ആ നിമിഷത്തിൽ ഹെയ്സൽ ഗാരി പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. അത് കേട്ടതും ഗാരി ഒന്ന് ചിരിച്ചു. ഹെയ്സൽ, നീ മിടിക്കുകയാണ്, എനിക്കറിയാം, നിന്നെ കൊണ്ട് പറ്റും. നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് പ്രശ്നം ഡസ്റ്റിനുമായിട്ടാണ്. ആ ഡസ്റ്റിനെ നീ നാളെ ഇവിടെ എത്തിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഈ കുപ്പിയിലെ വിഷം അവൻ്റെ ഭക്ഷണത്തിൽ കലർത്തുകയും വേണം. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഗാരി പുറത്തേക്ക് ഇറങ്ങി. ഗാരിക്കൊപ്പമുള്ള അസാസിൻസും പുറത്തേക്ക് ഇറങ്ങി. അവർ ആ മാൻഷൻ വിട്ടു പോകുന്നില്ല. മാൻഷന് ചുറ്റുമായി ഒരു വലയം അവർ തീർക്കുകയാണ്. ആ ബിൽഡിങ്ങിൽ നിന്ന് ഒരാൾ പോലും പുറത്തേക്ക് പോകില്ല എന്ന് അവർ ഉറപ്പുവരുത്തുകയാണ്. ഗാരി മോൺഗോമറി മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് നീങ്ങിയത്. തറയിൽ വീണ് കിടക്കുന്ന ഹെയ്സലിനെ വെയിലോൺ വന്ന് പിടിച്ചെണീപ്പിച്ചപ്പോൾ ലങ്കാസ്റ്റർ കുടുംബത്തിലെ മുതിർന്ന ആളുകൾ ഹെയ്സൽ നേരെ തട്ടിക്കേറുകയാണ്. ഹെയ്സൽ, നീ ഒരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. നീ നേരത്തെ സമ്മതിച്ചിരുന്നെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ 2 പേർ കൊല്ലപ്പെടില്ലായിരുന്നു. ഡസ്റ്റിനെ അവിടെ വിളിച്ചു വരുത്താൻ ഹെയ്സൽ സമ്മതിച്ചിരുന്നുവെങ്കിൽ 2 ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഹെയ്സലിനും അറിയാം. പക്ഷേ ആ നിമിഷത്തിൽ അവൾക്ക് അത് പറ്റുമായിരുന്നില്ല എന്നതാണ് സത്യം. ഹെയ്സലിനെ ലങ്കാസ്റ്റർ കുടുംബത്തിലെ ഓരോ ആളുകളും ശരിക്കും വായി തോന്നിയതൊക്കെ പറഞ്ഞ് വഴക്കുറഞ്ഞു തുടങ്ങി. വെയിലോൺ കൊല്ലപ്പെടുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഡസ്റ്റിനെ സത്യത്തിൽ കുരുതി കൊടുക്കാൻ ഹെയ്സൽ തീരുമാനിച്ചത്. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ വെയിലോൺ ഹെയ്സലിനെ കൊണ്ട് ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് നടന്നു. ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് ഹെയ്സലിനെ കൊണ്ടുവന്ന വെയിലോൺ അവളെ ഒരു കസേരയിലിരുത്തി. അവളുടെ അടുത്തിരുന്ന വെയിലോൺ ഹെയ്സലോട് പറഞ്ഞു, ഹെയ്സൽ, നമുക്ക് വേറെ മാർഗമില്ല. ഹെയ്സൽ, എനിക്കറിയാം ഡസ്റ്റിൻ നല്ല ആളാണ്, നമ്മളെ സഹായിച്ച ആളാണ്, നമുക്കൊപ്പം നിൽക്കുന്ന ആളാണ്. പക്ഷേ മോളെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോൺഗോമറിക്കാരെ നമുക്ക് തൊടാൻ പറ്റില്ല. അച്ഛാ, നമുക്ക് നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഹെയ്സൽ, ഈ മോൺഗോമറിക്കെതിരെ നിൽക്കാൻ നമുക്കെന്തായാലും പറ്റില്ല. നമുക്ക് സ്പാനർ കുടുംബത്തെയോ ചക്രവർത്തിയോ പരിചയമില്ലല്ലോ. മോൺഗോമറിക്കാരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ആളുകൾ വളരെ വളരെ അപൂർവമാണ്. ആ ആളുകളുമായി ലങ്കാസ്റ്റർ കുടുംബത്തിലെ ആർക്കും തന്നെ ഒരു ബന്ധവുമില്ല. ആ കാര്യം ഹെയ്സലിനും നന്നായിട്ട് അറിയാം. ശരിക്കും അവൾ പെട്ടു നിൽക്കുകയാണ്. അവളെ സത്യത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കപ്പാസിറ്റിയുള്ള ആളാക്കി മാറ്റിയിരിക്കുന്നത് സാക്ഷാൽ ഡസ്റ്റിൻ റൈസാണ്. ആ ഡസ്റ്റിൻ റൈസിനെയാണ്
അവക്ക് ചതിക്കേണ്ടത്. ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഹേസൽ അവളുടെ മുറിയിലേക്ക് മടങ്ങിയത്. ഡസൻ റൈസിനെ നടന്ന കാര്യങ്ങൾ അറിയിച്ചാൽ ഡസൻ അവിടേക്ക് വരത്തില്ല. ഡസൻ നാളെ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ വന്നില്ലെങ്കിൽ ആ ലങ്കാസ്റ്റർ കുടുംബത്തിലെ മുഴുവൻ ആളുകളും കൊല്ലപ്പെടും. അവിടെ അവരെ വളഞ്ഞു നിൽക്കുന്ന ആ മോൺഗോമറി സേന ആ മുഴുവൻ ആളുകളെയും വെടിവെച്ചിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരിക്കും ചെകുത്താനും കടലിനുമിടയിൽ ഹേസൽ ലങ്കാസ്റ്റർ പെട്ടതുപോലെയായി. സമയം പിറ്റേ ദിവസം രാവിലെ 11:30 കഴിഞ്ഞു. വെയിലോൺ ലങ്കാസ്റ്റർ ഹേസലിന്റെ അടുത്തിരിക്കുകയാണ്. മോളെ, നീ ഡസനെ വിളിച്ചോ? അച്ഛാ, ഞാൻ വിളിച്ചില്ല. മോളെ, ഇനി വേറെ ഒന്നും ആലോചിക്കാനില്ല. നീ വിളിക്ക്. നമ്മൾ ചെയ്യുന്ന തെറ്റാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ കുടുംബത്തിലെ എല്ലാ ആളുകളെയും രക്ഷിക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ എന്താ മാർഗമുള്ളത്? വെയിലോൺ ലങ്കാസ്റ്റർ പറയുന്ന കാര്യം 100% ശരിയാണെന്ന് ഹേസലിന് അറിയാം. വെയിലോണിന് അയാളുടെ ജീവൻ കളയുന്നതിൽ ഒരു വിരോധവുമില്ല. പക്ഷേ ആ കുടുംബത്തിലെ ബാക്കി മുഴുവൻ ആളുകളുടെയും ജീവൻ കളഞ്ഞിട്ട് സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ട് എന്താ കാര്യം? ഹേസലിനും ആ കാര്യം അറിയാം. അവളുടെ ബന്ധുക്കളാണ് ബാക്കി എല്ലാ ആളുകളും. അവരെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ട് തനിക്കെങ്ങനെ ഡസ്റ്റിനെ സംരക്ഷിക്കാൻ പറ്റും? അവസാനം ഹേസൽ ഡസ്റ്റിനെ വിളിച്ചു. ഡസ്റ്റിൻ, ഇന്ന് എൻ്റെ ഫാമിലിയിലേക്ക് വരാവോ? ലങ്കാസ്റ്റർ മാൻഷനിലേക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇവിടെ നിന്നാകാം. ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് ഹേസൽ ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞത്. ഹേസലിന്റെ ആവശ്യം കേട്ടതും ഡസ്റ്റിൻ സമ്മതിച്ചു. ഉച്ചഭക്ഷണത്തിനായി 1 മണിക്കൂറൂടെ കഴിയുമ്പോൾ എത്താമെന്ന് ഡസ്റ്റിൻ ഹേസലിന് വാക്ക് കൊടുത്തു. കൃത്യം 12:30 ആയപ്പോൾ ഡസൻ റൈസ് ലങ്കാസ്റ്റർ മാൻഷനിലെത്തി. ഡസൻ വാഹനം ഒതുക്കിയിട്ട് ലങ്കാസ്റ്റർ മാൻഷനിലെ പൂഹം വഴി അകത്തേക്ക് വന്നു. ഡസൻ അകത്തേക്ക് കടന്നു വരുന്ന കണ്ടതും വെയിലൺ ഓടിച്ചെന്ന് ഡസൻ സ്വീകരിച്ചു. ഹലോ ഡസൻ, സ്വാഗതം സ്വാഗതം. ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് വെയിലോൺ ഡസ്റ്റിനോട് പെരുമാറുന്നത്. ഡസ്റ്റിനെ ദൂരെ നിന്ന് ഹേസൽ കണ്ടു. സാധാരണഗതിയിൽ ഡസ്റ്റിനെ കാണുന്ന നിമിഷത്തിൽ ഹേസൽ ഓടി ഡസ്റ്റിനടുത്തേക്ക് വരുന്നതാണ്. പക്ഷെ ഇപ്പോ അവൾക്ക് അങ്ങനെ ഓടിച്ചെല്ലാൻ പറ്റുന്നില്ല. അവൾ പോലും അറിയാതെ ആരോ പുറകോട്ട് പിടിച്ചു വലിക്കുകയാണ്. അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ടതും വെയിലോൺ ഹേസൽ നോക്കി ഉറക്കെ വിളിച്ചു, ഏയ് ഹേസൽ, ഇത് ആരാ വന്നിരിക്കുന്നു നോക്കി. യഥാർത്ഥത്തിൽ ഹേസൽ ഡസ്റ്റിൻ അകത്തേക്ക് വന്ന നിമിഷം തന്നെ ഡസ്റ്റിനെ കണ്ടതാണ്. പെട്ടെന്ന് വെയിലോൺ ഹേസലിന്റെ പേര് വിളിച്ചതും ഹേസൽ ഒന്ന് ഉണർന്നു. ഹേസൽ പെട്ടെന്ന് ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. ഡസ്റ്റിൻ, ബാ ബാ ബാ. അവൾ വളരെ സ്നേഹപൂർവ്വം ഡസ്റ്റിൻ റൈസിനെ വിളിച്ച് ആ ഡൈനിങ് ടേബിളിന്റെ അടുത്തുകൊണ്ടിരുത്തി. വെയിലോണും ഡസ്റ്റിനും ഹേസലും അടുത്തടുത്തിരിക്കുകയാണ്. വൈൻ കുപ്പി അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. അവൾ തന്നെ വൈൻ പൊട്ടിച്ചു. വൈൻ പൊട്ടിച്ച് 3 ഗ്ലാസ്സിലേക്ക് അവൾ വൈൻ പകർന്നു. ഡസൻ റൈസ് 1 ഗ്ലാസ് വൈൻ കയ്യിലെടുത്തു. ഡസൻ ആ വൈൻ കയ്യിലെടുത്ത് വായുടെ അടുത്തുവരെ കൊണ്ടുവന്നിട്ട് മേശപ്പുറത്തേക്ക് വെച്ചു. അത് കണ്ടത് വെയിലോൺ ചോദിച്ചു, ഏയ് ഡസൻ, എന്തേ കുടിക്കുന്നില്ലേ? അല്ല, കുടിക്കാൻ വരട്ടെ. ഡസൻ കുടിക്ക്, ഇത് കണ്ടോ, 80 കൊല്ലം പഴക്കമുള്ള വൈൻ കുപ്പിയാണ്. ആ കുപ്പിയുടെ പുറത്ത് അത് എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ശരിക്കും പഴക്കമുള്ള വൈനിന് നല്ല ഡിമാൻഡാണ്. ആ വൈനിന്റെ ഏജ് കണ്ടതും ഡസൻ ഒരിക്കൽ കൂടി ആ ഗ്ലാസ് കയ്യിലേക്ക് എടുത്തു. ഡസൻ വായുടെ നേരെ ആ ഗ്ലാസ് കൊണ്ടുവന്നതും അയാളുടെ അടുത്തിരിക്കുന്ന ഹേസൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസൻ കുറച്ച് കുടിച്ചാൽ മതിയേ. പെട്ടെന്നുള്ള ഹേസലിന്റെ ആ വാചകം വെയിലോണിനെ ശരിക്കും അമ്പരപ്പിച്ചു എന്ന് പറയാം. വെയിലോൺ ടേബിൾ അടി കൂടി ഹേസലിന്റെ കാലിലേക്ക് ഒന്ന് ചവിട്ടി. അവളുടെ കാലിൽ അവളുടെ അച്ഛൻ ചവിട്ടിയത് അറിഞ്ഞുകൊണ്ട് തന്നെ ഹേസൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസൻ കുറച്ച് കുടിച്ചാൽ മതി. ഏയ് ഹേസൽ, നീ എന്താ പറയുന്നത്? ഡസ്റ്റിന് ആവശ്യമുള്ള അത്രയും കുടിക്കട്ടെ. അങ്ങനെ വീണ്ടും വെയിലോൺ പറഞ്ഞതും ഡസൻ വീണ്ടും ആ വൈൻ അവന്റെ വായ്ക്ക് നേരെ കൊണ്ടുവന്നു. അത് കണ്ടതും ഹേസൽ പെട്ടെന്ന് ഒരൊറ്റ താട്ട്. ഡസൻ റൈസിന്റെ വായുടെ അടുത്തെത്തിയ ആ ഗ്ലാസിനെ അവൾ ഇടത് കൈകൊണ്ട് ഒറ്റയാടി. ആ ഗ്ലാസ് തറയിലേക്ക് വീണ നിമിഷത്തിൽ ഹേസലിന്റെ ശബ്ദം ഡസൻ കേട്ടു. ഡസൻ, അത് വിഷമുണ്ട്. ഡസൻ റൈസ് ആകെ ഞെട്ടിപ്പോയെന്ന് പറയാം. ഹേസൽ, എന്താ പറഞ്ഞ്? ഡസൻ, അതിനകത്ത് വിഷമുണ്ട്. ഈ നിമിഷത്തിൽ വെയിലോൺ ഹേസലോട് പറഞ്ഞു, മോളെ, നീ ചതിച്ചല്ലോ. അച്ഛാ, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഹേസൽ പറഞ്ഞതും വെയിലോൺ ഒന്ന് വിരൽ ഞൊടിച്ചു. വെയിലോൺ വിരൽ ഞൊടിച്ചതും അനവധി യോദ്ധാക്കൾ ആ മുറിയിലേക്ക് കടന്നു വന്നു. ശരിക്കും ശക്തരായ യോദ്ധാക്കളാണ്. ഡസ്റ്റിനെ പിടിച്ചു കെട്ടാനായി ആളുകളെ വെയിലോൺ ഏർപ്പാടാക്കിയതാണ്. ഹേസൽ ചിലപ്പോ ഡസ്റ്റിനെ കാണുമ്പോൾ മനസ്സ് മാറാൻ സാധ്യതയുണ്ടെന്ന് വെയിലോണിന് ഒരു തോന്നലുണ്ട്. ഹേസൽ മനസ്സ് മാറിയാൽ ആ ബിൽഡിങ്ങിന് കാവൽ നിൽക്കുന്ന മോൺഗോമറി യോദ്ധാക്കൾ ആ ബിൽഡിങ്ങിനകത്തുള്ള ലങ്കാസ്റ്റർ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊല്ലുമെന്ന് വെയിലോണിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അയാൾ ഒരു പ്രിക്കോഷൻ എടുത്തത്. കുറെ യോദ്ധാക്കൾ
പെട്ടെന്ന് ആ ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് ഓടി വരുന്ന കണ്ടതും മേശപ്പുറത്തുനിന്ന കത്തിയുമായി ഹെയ്സൽ ചാടി എണീറ്റു. അവൾ ആ കത്തി അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് പിടിച്ചു. അച്ഛാ, അവരോട് പോകാൻ പറയേ, അവരിനി അടുത്തേക്ക് വന്നാൽ ഞാൻ ഇപ്പോൾ മരിക്കും. ഹെയ്സൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും വെയിലോൺ ഓടി വരുന്ന ആളുകളെ നോക്കി ഒന്ന് കൈ കാണിച്ചു. ആ ഭടന്മാർ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വരെ എത്തിയതാണ്. അവരവിടെ നിന്നു. ഡെസൺ റൈസ് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണെന്ന് പറയാം. ശരിക്കും ഒരു ഡ്രാമ അയാൾക്ക് ചുറ്റും അരങ്ങേറുകയാണ്. അയാൾ കുടിക്കാൻ വൈൻ എടുത്തപ്പോൾ അത് തട്ടിക്കളയുക, അതിനകത്ത് വൈനാണെന്ന് പറയുക. എന്നിട്ട് ഹെയ്സൽ ഒരു കത്തി അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ഡെസൺ ഒരു പിടിയില്ല. ഡെസൺ അമ്പരപ്പോടെ ഹെയ്സലിനെ വെയിലോണ്ട് നോക്കുന്നതും ഹെയ്സൽ അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അവരിനി അടുത്തേക്ക് വന്നാൽ ഞാൻ സ്വയം മരിക്കും. അങ്ങനെ പറഞ്ഞ ഹെയ്സൽ ആ കത്തി അവളുടെ കഴുത്തിലൊന്ന് ഉരച്ചു. ശരിക്കും ഹെയ്സൽ പറയുന്നത് ചെയ്യുമെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. അവൾ അവളുടെ കഴുത്തിൽ കാര്യമായിട്ട് തന്നെ ആ കത്തി ചേർത്ത് പിടിച്ചതാണ്. കഴുത്ത് മുറിഞ്ഞ് രക്തം വീണു തുടങ്ങി. ഏയ് ഹെയ്സൽ, എന്താ നീ കാണിക്കുന്നത്? അടുത്തേക്കുന്ന ഡസൻ ഹെയ്സലോട് അങ്ങനെ ചോദിക്കുമ്പോൾ വെയിലോൺ ഹെയ്സലോട് പറഞ്ഞു, ഹെയ്സൽ വേണ്ട വേണ്ട. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടത് അയാളുടെ മുന്നിൽ നിൽക്കുന്ന ഹെയ്സൽ ലങ്കാസ്റ്ററാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് വെയിലോണിന് ആലോചിക്കാനേ പറ്റില്ല. വെയിലോൺ ശരിക്കും ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. പെട്ടെന്ന് ഹെയ്സൽ അവളുടെ കത്തി കുറച്ചുകൂടി അവളുടെ കഴുത്തിലേക്ക് അങ്ങ് ചേർത്തു. ഇപ്പോ കുറെ കൂടി രക്തം ഒഴുകുകയാണ്. അച്ഛാ, ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും. അത് കേട്ടതും വെയിലോൺ ഹെയ്സലോട് പറഞ്ഞു, ഓക്കെ മോൾ പൊയ്ക്കോ. കേൾക്കേണ്ട താമസം അവൾ ഡെസ്റ്റിനെ പിടിച്ചുകൊണ്ട് ആ ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഡെസ്റ്റിന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അയാളെ ലഞ്ച് കഴിക്കാനായി അങ്ങോട്ട് വിളിച്ചതാണ്. ഇപ്പൊ ഇതാ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. ഡെസ്റ്റിനെ കൊണ്ട് ഓടിപ്പോകുന്ന ഹെയ്സലിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് വെയിലോൺ. അവൾ ഈ സ്റ്റോണി വിട്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടേണ്ടി വരും. അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. ആ ഒരു ചിന്തയാണ് വെയിലോണിന്റെ മനസ്സിലുള്ളത്. ഇതേ സമയത്ത് ഡെസ്റ്റിനുമായി ഓടി ആ ഹാളിന്റെ അറ്റത്തെത്തിയ ഹെയ്സൽ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഹെയ്സൽ ഇറങ്ങിയ ആ നിമിഷത്തിൽ അനവധി തോക്കുകൾ ഒരുമിച്ച് ഗർജിച്ചു. ശരിക്കും ഒത്തിരി റൈഫിളുകളിൽ ഒന്നിച്ച് ട്രിഗർ അമർത്തപ്പെടുകയാണ്. ഹെയ്സലിന്റെ തൊട്ടു പുറകെ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഡസ്റ്റിൻ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. എന്താണ് തൻ്റെ മുന്നിൽ സംഭവിക്കുന്ന അറിയാതെ ഡസ്റ്റിൻ അമ്പരം നോക്കുമ്പോൾ ഡസ്റ്റിൻ കാണുന്നത് തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഹെയ്സലിന്റെ ശരീരത്തിലേക്ക് തുരുതുര വെടിയുണ്ടകൾ തറച്ചു കയറുന്നതാണ്. ആ നട്ടുച്ചയ്ക്ക് ഹെയ്സലിന്റെ ശരീരത്തിലേക്ക് വെടിയുണ്ടകളുടെ ഒരു ശരവർഷം തന്നെ ഉണ്ടാവുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡെസൺ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.